ഗുഡ് ഈവനിങ് എവരിവൺ. ഒരു ചെറിയ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു അല്പം താമസിച്ചത്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോണിക് സെക്ഷൻസ് ആണ്. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞോളട്ടെ. ഇപ്പം സാധാരണ ഒരു ടോപ്പിക്, ഇപ്പോൾ നിങ്ങൾ സെറ്റ്സ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഏതൊക്കെ ക്വസ്റ്റൻ വരുമെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ്, അല്ലെങ്കിൽ ഡൊമൈൻ കണ്ടുപിടിക്കാൻ, റേഞ്ച് കണ്ടുപിടിക്കാൻ, 1 1 2 ചെക്ക് ചെയ്യാൻ, അങ്ങനെ പറയാൻ സാധിക്കും. അതല്ല നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ഇവിടെ ജോമെട്രി റിലേറ്റഡ് ചോദ്യം പഠിക്കണേ. ഇപ്പോൾ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ആണെങ്കിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഉറപ്പായിട്ടും പഠിക്കണേ. അതുപോലെ ഇപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ കാര്യം പറയുമ്പോൾ ഏരിയ അണ്ടറത്തെ കുറവ് വരുവേ. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കാര്യം പറയുമ്പോഴത്തേനും എന്താ പറയുക, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുമേ. അങ്ങനെ നമുക്ക് ടോപ്പിക്കുകളിൽ നിന്നും അതായത് ചാപ്റ്ററുകളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യത്തിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്നല്ല, സ്ട്രെയിറ്റ് ലൈൻസ്, സർക്കിൾസ്, കോണിക് സെക്ഷൻസ്, ഇത് മൂന്നും കൂടെ ചേർന്ന്, ഇത്രയും ടോപ്പിക്കുകൾ ചേർന്നിട്ടാണ് നമ്മുടെ 2 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒരെണ്ണമാണിത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനകത്തു നിന്നും വരുന്ന ഒരു ടൈപ്പ് ചോദ്യം പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതായത് ഈ ടൈപ്പ് ചോദ്യം പഠിച്ചിരിക്കണമെന്ന് പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതേസമയം ഈ ചാപ്റ്ററുകളുടെ, ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് ഈ 3 ചാപ്റ്ററുകളിൽ ഏത് ചാപ്റ്ററാണ് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഈ 3 ചാപ്റ്ററുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആണെന്ന് ഞാൻ പറയും. കാരണം അതിലെ ചോദ്യങ്ങൾ ഒരല്പം കൂടി ഡിഫറൻറ്റ് ടൈപ്സ്, അതായത് നിങ്ങൾക്കറിയാം കോർഡിനേറ്റ് ജോമെട്രി ആയിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴത്തേനും ഒരല്പം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും. പക്ഷേ ആളുകൾക്ക് ഏറ്റവും പാടായിട്ട് തോന്നുന്നത് കോണിക് സെക്ഷൻസ് ആയിരിക്കും. അതായത് സർക്കിൾസ് എന്ന് പറയുന്നത് വളരെ ഒരു സേഫ് സോണാണ്. ഞാനങ്ങനെ പറയാൻ കാര്യം, ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ഞാനൊന്ന് റിസൾട്ട് കാണിച്ചു തരാം. ആ റിസൾട്ട് നിങ്ങൾ നോക്കിയിരുന്നാൽ, ആ റിസൾട്ടുകളെല്ലാം പഠിച്ചിരുന്നാൽ അത്യാവശ്യം ക്വസ്റ്റൻസ് കിട്ടും. പക്ഷേ അത് ഏത് ടൈപ്പ് ചോദ്യമാണെന്ന് ചോദിക്കരുത്. ടൈപ്പ് എന്ന് പറയുന്ന സാധനം അതിനകത്തില്ല, പകരം നമുക്ക് അത്യാവശ്യം ക്വസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ തിയറി, ഇതിൻ്റെ റിസൾട്ടുകൾ ജസ്റ്റ്, അതായത് ഈ ചാപ്റ്ററിന് തിയറി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇതിൽ കുറേ റിസൾട്ടുകളുണ്ട്. ഞാൻ റിസൾട്ടുകൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് പോകാം. നിങ്ങളൊന്ന് നോക്കിയിരുന്നു, അതൊരു ക്ലാസ് റൂമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ഞാൻ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യുക, കാരണം എനിക്ക് സമയമില്ല, അറിയാമല്ലോ, പ്രോബ്ലം ചെയ്യാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഞാനൊന്ന് റിവൈസ് ചെയ്യാം. നമുക്കറിയാം കോൺ എന്ന് പറയുന്ന സംഗതിനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് കോണിക് സെക്ഷൻസ് പറയുന്ന മെയിനായിട്ടും സർക്കിൾ, എലിപ്സ്, പരാബോള, ഹൈപ്പർബോള, പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. 2021 2023 പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസിൽ നിന്ന് ഓരോ ചോദ്യം ഉണ്ടായിരുന്നു. അത് ആംഗിൾ ബൈസെക്ടർ കണ്ടുപിടിക്കാനാണ്. ആംഗിൾ ബൈസെക്ടർ കണ്ടുപിടിക്കാൻ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻസിനകത്ത് പഠിച്ചാണ്, അങ്ങനെ ഉണ്ടായിരുന്നു. സർക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ട് പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മെയിനായിട്ടും എലിപ്സ്, പരാബോള, ഹൈപ്പർബോള, ഈ 3 കാര്യങ്ങളാണ്. ഇതിൽ ഒരു കോണിക്, അതായത് എലിപ്സ്, പരാബോള, ഹൈപ്പർബോള എന്നതിൻ്റെ ഡെഫിനിഷൻ, a conic is a locus of a point such that the distances from a fixed point and a line are in a ratio. That point is called a focus, the line is called a directrix, and the ratio is called eccentricity, that is denoted by E. If eccentricity is equal to 1, that will be a parabola. Eccentricity less than 1, that will be an ellipse. Eccentricity greater than 1, that will be a hyperbola. ഫോക്കസിൻ്റെ പൊസിഷൻ ഇവിടെയും ഡയറക്ട്രസിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. കർവുകൾ ഇങ്ങനെയാണ് നമുക്ക് ഇരിക്കുന്നത്. ഈ ഒരു പേജിൽ ആ ഡെഫിനിഷൻസ്, ആ ടേംസിൻ്റെ ഡെഫിനിഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് ബേസിക്സ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യം, നിങ്ങൾക്കറിയാം ഈ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൈവിൻ്റെ ഒപ്പം കേൾക്കുക പോകുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. കാരണം ടൈം ഇത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഞാൻ പ്രോബ്ലമാണ് ഉദ്ദേശിക്കുന്നത്, എന്നിരുന്നാലും എൻ്റെ ഇൻറ്റൻഷൻ കൊണ്ട് ഞാനിങ്ങനെ ഇത് ചെയ്യുന്നത്. പിന്നെ നെറ്റ്വർക്ക് ഫെയിലിയറിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് കമൻറ്റ് നോക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് ലാഗാവും, ലാഗായ പിന്നെ പണിയാകും കേട്ടോ. അതുകൊണ്ടാണ്. സോ നമ്മുടെ ഒരു കോണിക്കുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് ആണ്. ആക്സിസ്, വെർട്ടെക്സ്, സെൻറ്റർ, ഫോക്കൽ കോഡ്, ഡബിൾ ഓർഡിനേറ്റ്, ലാറ്റസ് റെക്റ്റം, ഫോക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫോക്കൽ റേഡിയസ്, ഇത്രയും കാര്യങ്ങളാണ് ഒരു കോണിക്ക്. എല്ലാ കോണിക്കിനും കോമൺ ആയിട്ടുള്ള ഡെഫിനിഷൻസ്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഡെഫിനിഷൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആക്സിസ് എന്ന് പറയുന്ന ലൈൻ ഓഫ് സിമെട്രി ആണ്. വെർട്ടെക്സ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് കോണിക് ആൻഡ് ആക്സിസ് ആണ്. സെൻറ്റർ നിങ്ങൾക്കറിയാം, അവിടെ കോഡുകൾ പരസ്പരം ബൈസെക്ട് ചെയ്യും. ഫോക്കൽ കോഡ് എന്ന് പറയുന്ന കോഡ് പാസിംഗ് ത്രൂ ഫോക്കസ് ആണ്. ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്ന കോഡ് പെർപെൻഡിക്കുലർ ടു ആക്സിസ് ആണ്. ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്ന കോഡ് പെർപെൻഡിക്കുലർ ടു ആക്സിസ് ആൻഡ് പാസിംഗ് ത്രൂ ഫോക്കസ്, അതായത് ഫോക്കൽ കോഡും ഡബിൾ ഓർഡിനേറ്റും കൂടെ കമ്പൈൻ ചെയ്തതാണ് നമ്മുടെ ലാറ്റസ് റെക്റ്റം. ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ് ടു എ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കൽ റേഡിയസ് എന്ന് പറയുന്നത്. പരാബോള, നിങ്ങൾക്ക് മെയിനായിട്ടും 4 പരാബോളകളാണ് പഠിക്കാനുള്ളത്. അത് ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പരാബോള y square is equal to 4ax open to the right, y square is equal to -4ax open to the left, x square is equal to 4ay open upward, x square is equal to -4ay open downward. ഇത് ഒരു പരാബോളയുടെ പാർട്സുകളെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഫിഗറുകൾ ഞാനിങ്ങനെ കാണിച്ച് പോകുന്നതിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. റെക്കോർഡഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാനിതെല്ലാം പറഞ്ഞു തീർക്കുവേ. എൻ്റെ പാർട്സുകളെല്ലാം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാർട്സുകളെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ആ പാർട്സുകളെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പേജാണിത്. അതായത് ഇതിൽ ഞാൻ ഫോക്കസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ, ഫീറ്റ് ഓഫ് ഡയറക്ട്രിക്സ്, ദെൻ നമ്മുടെ എൻഡ്സ് ഓഫ് ലാറ്റസ് റെക്റ്റം, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത് പരാബോളയിൽ ഒരു പോയിന്റ് എടുക്കുമ്പോൾ നമ്മൾ x, y എന്നുള്ള എടുക്കുന്നത് 8t², 280 എന്നാണ് എടുക്കുന്നത്. ആ ഒരു കാര്യം കൂടിയാണ് ഈ പേജിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ
ഇതിപ്പോൾ ഞാൻ പഠിപ്പിച്ച 4 പരാബോളകളുടെ y² = 4x, y² = -4x, x² = 4ay, x² = -4ay, ഇങ്ങനെ ഈ 4 പരാബോളകളുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ടേംസും കണ്ടുപിടിച്ച് ടേബിളാക്കി വെച്ചിരിക്കുന്നതാണ്. അതായത് വെർട്ടെക്സ്, ഫോക്കസ്, ആക്സിസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ഫീറ്റ് ഓഫ് ഡയറക്ട്രിക്സ്, ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്ടം, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, എൻഡ്സ് ഓഫ് ലാറ്റസ് റെക്ടം, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അറ്റ് വെർട്ടെക്സ്, ഫോക്കൽ ഡിസ്റ്റൻസ്, പാരാമെട്രിക് ഫോം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ 4 പരാബോളകളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് എനിക്കറിയാം, പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേനും അതിനകത്ത് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ സമാധാനപരമായിട്ട് കാണാമല്ലോ, ആ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് സമാധാനപരമായിട്ട് കാണാം. സോ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇത് ഷിഫ്റ്റഡ് പരാബോളയാണ്. ഷിഫ്റ്റഡ് പരാബോള എന്ന് പറഞ്ഞാൽ അതായത് 0,0 വെർട്ടെക്സ് ഇരുന്ന പരാബോളനെ HK എന്ന് പറയുന്ന പോയിന്റിലേക്ക് വെർട്ടെക്സ് മാറ്റിയപ്പോൾ സംഭവിക്കുന്നത് ഇതൊരു ലുട്രോഡിക് പരിപാടിയാണ്. എക്സിൻ്റെ വാല്യൂസിൻ്റെ കൂടുതൽ H ആഡ് ചെയ്യുക, വൈയുടെ വാല്യൂവിൻ്റെ കൂടുതൽ K ആഡ് ചെയ്യുക, എക്സ് കിടക്കുന്നിടത്ത് ഇക്വേഷൻസിലൊക്കെ എക്സ് കിടക്കുന്നതിന് പകരം X - H വെച്ച് റീപ്ലേസ് ചെയ്യുക, വൈ കിടക്കുന്നതിന് പകരം Y - K വെച്ച് റീപ്ലേസ് ചെയ്യുക. നിങ്ങൾക്കറിയാം ഷിഫ്റ്റിംഗ് പോയിന്റ് ഒറിജിനിൽ നിന്ന് മാറ്റി വേറൊരു പോയിന്റിലേക്ക് ആക്കുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഇത് ലുട്രോഡിക് പരിപാടിയിൽ, അതായത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് എളുപ്പമുള്ള പരിപാടിയിൽ ഞാനത് എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ടേബിൾ, ഈ ടേബിളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾ. നമുക്ക് പഠിക്കേണ്ട y² = 4x ഉം x² = 4ay എന്ന് പറയുന്ന 2 പരാബോളകളും അതിൻ്റെ ഷിഫ്റ്റഡ് പരാബോള, അതായത് y - k whole square = 4a × x - h, y² = 4x എന്ന് പറയുന്ന പരാബോളയിൽ ഒറിജിൻ 0,0 നിന്നും വെർട്ടെക്സ് HK ആക്കിയ പരാബോളയും, പിന്നെ x² = 4ay വെർട്ടെക്സ് 0,0 നിന്നും HK ആക്കിയ പരാബോളയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ രണ്ട് ഈ പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേജ് പഠിച്ചിരുന്നാൽ ഞാൻ എൻ്റെ ഒരു വിചാരം അനുസരിച്ച് നിങ്ങൾക്ക് പരാബോളയും ബാക്കിയുള്ള ചാപ്റ്ററുകളുമായിട്ട് ചേർത്ത് വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് കിട്ടും. അതായത് സ്ട്രെയിറ്റ് ലൈൻസ് സർക്കിൾസുമായിട്ട് കമ്പൈൻ ചെയ്ത് വരുന്ന പരാബോളയുടെ ബേസിക് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പരാബോള മാത്രമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാനൊന്ന് മാറാം, കാരണം ആരെങ്കിലുമൊക്കെ എൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ടാൻജൻ്റ് ആവാനുള്ള കണ്ടീഷൻ, y = mx + c ടാൻജൻ്റ് ആവാനുള്ള കണ്ടീഷൻ y² = 4x ന് c = a/m, c = -am² ആണ് നമ്മുടെ x² = 4ay. ആ രണ്ട് കണ്ടീഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. പോയിന്റ് ഓഫ് കോൺടാക്ട് ഇനി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത് ഇത് പാരാമെട്രിക് ഫോം ഓഫ് ടാൻജൻറ്റ്, ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ്, സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്, സ്ലോപ്പ് ഓഫ് നോർമൽ, ഇക്വേഷൻ ഓഫ് നോർമലാണ്. നമുക്കൊരു ചെറിയ കാര്യം ഞാൻ പറയാനുള്ളത്, ടാൻജൻറ്റ് നോർമൽ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ നാവിൻ തുപ്പി തിപ്പിരിക്കുന്നതെന്ന് എനിക്കറിയാം. ടാൻജൻറ്റ് നോർമൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി പറയുന്നതിനേക്കാൾ ഞാൻ പറയുന്നത് 2025 ടാൻജൻറ്റ് നോർമലുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെറുതായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് പക്ഷേ ചോദിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സായിട്ട് ബന്ധപ്പെട്ട് അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ സാധനം പഠിക്കണം നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞാലും സൊല്യൂഷൻസിനകത്ത്, ഇപ്പോൾ നമ്മുടെ സൊല്യൂഷൻസിനകത്ത് പലയിടത്തും ടാൻജൻറ്റ് നോർമൽ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളുടെ സൊല്യൂഷൻസിനകത്ത് അത് അപ്ലൈ ചെയ്ത് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കണ്ട. ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞവർക്ക്, ആ ടേബിൾ പഠിച്ചു കഴിഞ്ഞവർക്ക് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ലതാണെന്ന് ഉറപ്പായിട്ട് ഞാനത് ടാൻജൻറ്റിൻ്റെ ചോദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് പക്ഷേ സ്ലോപ്പ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് വെച്ച് ചെയ്യാം. പിന്നെ നോർമലിനെ കുറിച്ചൊരു കാര്യം പറയാനുള്ളത്, 3 നോർമലാണ് മാക്സിമം വരയ്ക്കാൻ സാധിക്കുന്നത്. അതിൽ 3 നോർമൽ വരാനുള്ള കണ്ടീഷൻ, HK എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 3 നോർമൽ വരാനുള്ള കണ്ടീഷൻ H > 2a. ഈ കണ്ടീഷൻ വെച്ചിട്ടുള്ളൊരു ചോദ്യം 2019 ചോദിച്ചിരുന്നു. പിന്നെ ഫീറ്റ് ഓഫ് നോർമൽസ്, അതായത് ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ പരാബോളയിലേക്ക് വരയ്ക്കുന്ന 3 നോർമലുകളില്ലേ, ആ 3 നോർമലുകളും പരാബോളയിൽ എൻഡ് ചെയ്യുന്ന പോയിന്റുകളില്ലേ, ആ പോയിന്റുകളാണ് ഈ 3 പോയിന്റുകളെങ്കിൽ അതിൻ്റെ y കോർഡിനേറ്റുകൾ ആഡ് ചെയ്താൽ 0 കിട്ടുമെന്ന് പറയുന്നൊരു റിസൾട്ടുണ്ട്. y കോർഡിനേറ്റുകൾ ആഡ് ചെയ്താൽ 0 കിട്ടും. അതൊരു ലുട്രോഡിക് റിസൾട്ടാണ്. അതിനൊപ്പം ഞാൻ കുറേ ലുട്രോഡിക് റിസൾട്ടുകളാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും 2 ടാൻജൻറ്റുകൾ നിങ്ങൾക്ക് വരയ്ക്കാം. ഓരോ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/t ആണ്. ഞാൻ ഇവിടെ തന്നെ തന്നിരുന്നു. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്ന് പറയുന്നത് 1/t ആണ്. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/t1, ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/t2 ആണ്. ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻസ് കണ്ടുപിടിക്കാൻ tan θ = മോഡുലസ് ഓഫ് t1 - t2 / 1 + t1 t2 ഫോർമുല ഉപയോഗിക്കാം. ടാൻജൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ t1 × t2 = -1 ആയിരിക്കും. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ എക്സ് കോർഡിനേറ്റുകളുടെ ജിയോമെട്രിക് മീൻ എടുത്താൽ h കിട്ടും, y കോർഡിനേറ്റുകളുടെ അരിത്തമെറ്റിക് മീൻ എടുത്താൽ k കിട്ടും. പിന്നെ ഒരു കാര്യം, ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേനും ഞാനത് കുറച്ച് പിള്ളേർ ഇതെന്തൊക്കെ പറയുന്നു, ബാഹുബലിക്കകത്ത് കാലയൻ സംസാരിക്കുന്ന ഭാഷയോ, കാരണം ഈ ഒരു രീതി NCERT ടെക്സ്റ്റുമായിട്ട് ഭയങ്കര ഡിഫറൻറ്റാണ്. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടേ ഇല്ലാത്ത ആൾക്കാർ കാണും, കാരണം ഇതൊരു ഓപ്പൺ ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. NCERT ബുക്കിൽ നമ്മൾ കോണിക് സെക്ഷൻ പഠിച്ചിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ എവിടുന്ന് വരുന്നു സർ എന്നൊരു രീതിയിൽ ചിന്തിച്ചിരിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഭയങ്കര എക്സ്റ്റെൻഡഡ് കൺസെപ്റ്റുകളുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. ഇനി എൻ്റെ ബാക്കി റിസൾട്ട് എന്ന് പറയുന്നത്, ഈ പേജിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻ സാധാരണ കിട്ടാനുള്ള സാധ്യതകളാണ് എക്സ്ട്രാ. അതായത് ടാൻജൻസ് ഡ്രോൺ ഫ്രം ഡയറക്ട്രിക്സ് ആർ പെർപെൻഡിക്കുലർ. നിങ്ങൾ വരയ്ക്കുന്ന ടാൻജൻറ്റ് ഡയറക്ട്രിക്സിൽ നിന്നാണ് വരയ്ക്കുന്നതെങ്കിൽ ആ ടാൻജൻറ്റുകൾ എല്ലായ്പ്പോഴും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്ട്രിക്സിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് പറയാൻ സാധിക്കുക, ലോക്കസ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ടാൻജൻസ് ഈസ് കോൾഡ് ഡയറക്ട്രിക്സ്. ഇതാണ് ഡയറക്ട്രിക്സ്.
ടാൻജൻസ് ഡ്രോൺ അറ്റ് ദ എൻഡ് പോയിന്റ് ഓഫ് ഫോക്കൽ കോഡ് ആർ പെർപെൻഡിക്കുലർ ആൻഡ് ദ ഇന്റർസെക്റ്റഡ് ഡയറക്ട്രിക്സ്. അതുപോലെ തന്നെ ഫോക്കൽ കോഡിൻ്റെ എൻഡ് പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻറ്റുകളും പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് ഡയറക്ട്രിക്സിലാണ് നമുക്ക് ഇന്റർസെക്റ്റ് ചെയ്യാൻ സാധിക്കുക. ടാൻജൻസ് ഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ലാറ്റസ് റെക്ടം ആർ പെർപെൻഡിക്കുലർ ആൻഡ് ദ ഇന്റർസെക്റ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ഡയറക്ട്രിക്സ്. നിങ്ങളിനി ഒരു പർട്ടിക്കുലർ ഫോക്കൽ കോഡാണല്ലോ നമ്മുടെ ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. ലാറ്റസ് റെക്ടത്തിൻ്റെ എൻഡ് പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻറ്റുകളും പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് ഇന്റർസെക്റ്റ് ചെയ്യുന്നത് ഫീറ്റ് ഓഫ് ഡയറക്ട്രിക്സിലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഫോക്കൽ കോഡ് ആണെങ്കിലത്തെ കണ്ടീഷൻ T1 × T2 -1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അയ്യോ അത് ഇവിടുന്ന് വന്നു പിള്ളേരെ, സ്ലോപ്പ് 1/T1 1/T2 ആ, പ്രൊഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1 അല്ലേ. ഫോക്കൽ കോഡിൻ്റെ എൻഡ് പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻസ് പെർപെൻഡിക്കുലർ അല്ലേ, അപ്പോൾ പ്രൊഡക്റ്റ് -1 അല്ലേ. 1/T1 × 1/T2 -1 ആവണമെങ്കിൽ T1 × T2 -1 ആവണ്ടേ. വളരെ ഇമ്പോർട്ടൻ്റ്. 2025 എത്ര ചോദ്യം ചോദിച്ചേക്കുന്നതെന്ന് അറിയോ T1 × T2 -1 വെച്ചിട്ട്. ലെങ്ത് ഓഫ് ഫോക്കൽ കോഡ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ A × T1 + 1/T1 ദ ഹോൾ സ്ക്വയർ എടുക്കാം, അല്ലെങ്കിൽ 4a cos² ആൽഫ എടുക്കാം. അപ്പോൾ നിങ്ങൾ ആൽഫ ഏതാണെന്ന് ചോദിച്ചാൽ അത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ പേജിൽ നിന്ന് ഒരു റിസൾട്ട് വെച്ചുള്ള ചോദ്യം ഞാൻ ഇക്കൊല്ലം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ കോഡുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടുകളാണ്. കോഡിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ 2/T1 + T2 എടുക്കാം. പിന്നെ ഫോക്കൽ കോഡാണെങ്കിൽ T1 × T2 -1 ആണ്. കോഡ് സബ്റ്റൻഡ് 90 ഡിഗ്രി അറ്റ് ദ വെർട്ടെക്സ്. ഇത് ഫോക്കൽ കോഡല്ല, പകരം ഇത് ഒരു വെർട്ടെക്സിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 90 ആണെങ്കിൽ T1 × T2 -4 ആണ്. പിന്നെ ഒരു നോർമൽ കോഡ്, ഒരു ടാൻജൻറ്റ് വരച്ചിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന കോഡ് T1 കൂടി പാസ് ചെയ്ത് വേറൊരു പോയിന്റിലും കൂടെ ഇന്റർസെക്റ്റ് ചെയ്യും. ആ പോയിന്റ് കണ്ടുപിടിക്കാൻ T2 -T1 - 2/T1 എന്ന് പറയുന്ന റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് പരാബോളയുടെ ബേസിക്സ്. അതിനുശേഷം നമുക്ക് എലിപ്സ് ഹൈപ്പർബോള തുടങ്ങിയാൽ എലിപ്സിന് ഹൈപ്പർബോളയ്ക്കും ഡെഫിനേഷൻസ് എല്ലാം കോമൺ തന്നെയാണ്, സെയിം കോമൺ ഡെഫിനേഷൻസ് ആണ്. എലിപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള രണ്ട് എലിപ്സ് x² / a² + y² / b² = 1 ഉം x² / b² + y² / a² = 1 ആണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, അത് നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പിള്ളേരെല്ലാവരും പറയുന്നത് എക്സിൻ്റെ അടിയിൽ എയും അപ്പുറത്ത് എക്സിൻ്റെ അടിയിൽ ബിയും ആണെന്ന്. അങ്ങനല്ല, എക്സിൻ്റെ അടിയിൽ വലിയ നമ്പർ കിടക്കുകയാണെങ്കിൽ അത് എക്സ് ആക്സിൽ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുകയും വൈയുടെ ഡിനോമിനേറ്ററിലാണ് വലിയ നമ്പറെങ്കിൽ അത് വൈ ആക്സിൽ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുകയും ചെയ്യും. ആ വലിയ നമ്പറിനെ നമ്മൾ എ എന്ന് വിളിക്കുക ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എക്സിൻ്റെ ഡിനോമിനേറ്ററിൽ വലിയ നമ്പർ, ഇവിടെ വൈയുടെ ഡിനോമിനേറ്ററിൽ വലിയ നമ്പർ. ദാറ്റ്സ് വൈ A > B എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. ദെൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേജാണ്. എലിപ്സിൻ്റെ എല്ലാ റിസൾട്ടുകളും, ഡയറക്ട്രിക്സിൻ്റെയും ഫോക്കസിൻ്റെയും ലാറ്റസ് റെക്ടത്തിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ റിസൾട്ടുകളും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള C = √(a² - b² എന്നാണ്. പഠിച്ചിരിക്കുന്ന കുറച്ച് പേര് C പഠിച്ചിട്ടുണ്ടാവില്ല, പകരം AE എന്നായിരിക്കും പഠിച്ചിരിക്കുക. എനിക്ക് കംഫർട്ടബിൾ C ആയതുകൊണ്ടാണ് ഞാൻ C ഉപയോഗിക്കുന്നത്. എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് C/A, ദാറ്റ് ഈസ് <1 ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ എക്സെൻട്രിസിറ്റി <1 ആണ്. ദെൻ ഈ ടേബിൾ ഞാനൊന്ന് മാറി നിൽക്കാം. ഈ ടേബിൾ തീർന്നില്ല, ഇതിനകത്ത് ടേബിളിലെ ബേസിക്സ് എല്ലാം ഉണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ഒരു ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടേബിളുകൾ രണ്ടെണ്ണം, ഇതിപ്പോൾ രണ്ടാമത്തെ ടേബിളായ എക്സ്റ്റൻഷനാണ് കേട്ടോ, ആ ടേബിളിൻ്റെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് റിസൾട്ടുകളെല്ലാം ഒരു ടേബിളിൽ കിട്ടും. ദെൻ ഈ പേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം നോക്കണ്ട, കാരണം ഇത് അഡ്വാൻസ്ഡിന് ചോദിച്ചിരിക്കുന്നത്, അതായത് ഈ വരുന്ന ലേറ്റസ്റ്റ് 3-4 അഡ്വാൻസ്ഡ് എക്സാമിന് കണ്ടിരിക്കുന്ന, പിന്നെ അഡ്വാൻസ്ഡ് മെലിഞ്ഞാണ് മെയിൻസ് ആകുന്നത് എന്നുള്ളൊരു ചിന്താഗതി വല്ലതും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയിരിക്കാം. ഓക്സിലറി സർക്കിൾ, എക്സെൻട്രിക് ആംഗിൾ, പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടുകളാണ് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും. പക്ഷേ ഈ കണ്ടീഷൻ ഫോർ ടാൻജൻസി ചോദിക്കാറുണ്ട്. C² = a² m² + b² c² = b² m² + a² ചോദിക്കാറുണ്ട് കേട്ടോ, ടാൻജൻ്റ് ആവാനുള്ള കണ്ടീഷൻ. ഇനിയിപ്പോൾ ടാൻജൻ്റ് ആവാനുള്ള കണ്ടീഷൻ നിങ്ങൾ ഓർത്തിരുന്നില്ലെങ്കിലും നിങ്ങൾ സോൾവ് ചെയ്യുക. ഒരു ക്വാഡ്രാറ്റിക്കുമായിട്ടാണ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് = 0 കൊടുത്താൽ നിങ്ങൾക്കത് കിട്ടും. അതായത് ഒരു ലൈൻ ഒരു കർവിന് ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞാൽ യു ക്യാൻ ട്രൈ സോൾവിങ് ബോത്ത് തിങ്സ്, യു വിൽ ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് = 0 കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ഡയറക്ടർ സർക്കിൾ എന്ന് പറയുന്നതും ഇതിനകത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയൊന്നുമല്ല. ഹൈപ്പർബോള, സമ്മ്, അതായത് നിങ്ങൾ എലിപ്സിൽ എന്താണോ പറഞ്ഞത് അതിൻ്റെ നേരെ സമ്മ് മാറ്റി ഡിഫറൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ആക്കുവാണെങ്കിൽ ഹൈപ്പർബോള കിട്ടും. ഇതാണ് പ്രധാനമായിട്ടുള്ള ഹൈപ്പർബോളകൾ. x² / a² - y² / b² = 1 ഉം അതിൻ്റെ കോൺജുഗേറ്റ് ഹൈപ്പർബോളയും കൂടെ ചേർത്താണ് ഒരു സെറ്റ് ഹൈപ്പർബോള. അതുപോലെ y² / a² - x² / b² = 1 എന്ന് പറയുന്ന ഹൈപ്പർബോളയും അതിൻ്റെ കോൺജുഗേറ്റ്. ഈ യെല്ലോ കളറിൽ വരച്ചിരിക്കുന്നതാണ് യെല്ലോ കളർ വരച്ചിരിക്കുന്നത്, മറ്റേതിൻ്റെ കോൺജുഗേറ്റ് ആണ്. 1ന് പകരം -1 ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് കോൺജുഗേറ്റ് ഒപ്പിക്കാം. ഇത് എൻ്റെ പാർട്സുകളെല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് C = √(a² + b² ആണ്. എക്സെൻട്രിസിറ്റി E > 1 ആണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ടേബിളാണ്. പിന്നെ ഈ ഇക്വേഷൻസ് ആണ് നിങ്ങൾ, ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന ഇക്വേഷൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിലല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നത് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. ഹൈപ്പർബോള മൊത്തം 4 എണ്ണമായിട്ടാണ് പറയുന്നത്. അതിനകത്ത് 2 എണ്ണമാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിനകത്ത് ഇതുണ്ട്. ഈ ടേബിളിൽ എലിപ്സിൻ്റെ ടേബിൾ തന്നെ പഠിച്ചാൽ മതി. മടിയാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. അതുകൊണ്ട് എലിപ്സിൻ്റെ ടേബിൾ തന്നെ പഠിച്ചാൽ മതി. ഇതാണ് ഈ യെല്ലോ കളറിൽ വരച്ചിരിക്കുന്നത് എലിപ്സുമായിട്ടുള്ള ഡിഫറൻസ് മാത്രമാണ്. യെല്ലോ കളറിൽ ഈ ടേബിൾ രണ്ടും ആ എലിപ്സിൽ കാണിച്ച ടേബിൾ തന്നെയാണ്. വ്യത്യാസം എന്ന് പറയുന്ന
ഈ യെല്ലോ കളർ കാണിക്കുന്നതാണ് എലിപ്സായിട്ടുള്ള ഡിഫറൻസ്. ബാക്കിയെല്ലാം എലിപ്സായിട്ട് കോമൺ ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഹൈപ്പർബോളയ്ക്കുമുണ്ട്, ഓക്സിലറി സർക്കിളും എക്സെൻട്രിക് ആംഗിളും പാരാമെട്രിക് ഫോമും ഒക്കെ ഉണ്ട്. കാര്യം ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട ടേബിളുണ്ട്. കണ്ടീഷൻ ഫോർ ടാൻജൻസി നോക്കാം നോക്കാതിരിക്കാം. ഈ ഒരു പേജ് നിങ്ങൾക്ക് പാരാമെട്രിക് ഫോം എങ്കിലുമൊക്കെ നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരുന്നാൽ നല്ലത് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ ഈ ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിക്കണം എന്നുള്ള ഡിമാൻഡ് ഞാൻ മെയിൻസിന് അങ്ങനെ വെക്കുന്നൊന്നുമില്ല. വരില്ല എന്നല്ല, നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അതുപോലെ ഡയറക്ടർ സർക്കിളിൻ്റെ കാര്യം ലോക്കസ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ടാൻജൻസ് ആണ്. അതിനൊപ്പം നമ്മുടെ ഒരു സംഗതി ഉള്ളതാണ് നമ്മുടെ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ഫിസിക്കൽ ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് ആണെങ്കിൽ കിട്ടുന്നത്. അതിൻ്റെ എക്സെൻട്രിസിറ്റി √2 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചാടി കയറി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ A = B, ഇവിടെ A = B ആവുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പം എലിപ്സിന് A = B ആവുകയാണെങ്കിൽ ആ സാധനം എന്തായി പോകും? സർക്കിളായി പോകും. അപ്പോൾ എക്സെൻട്രിസിറ്റി 0 ആയി പോകും. അതുകൊണ്ടാണ് സർക്കിളിനെ നമ്മൾ പിന്നെ ഒന്ന് തോണ്ടി പുറത്തേ അടിച്ചത്. എക്സെൻട്രിസിറ്റി 0 ഡസൻറ്റ് മേക്ക് എനി സെൻസ്. എക്സെൻട്രിസിറ്റി ഒരു റേഷ്യോ അല്ലേ, പറ്റില്ല. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ റിസൾട്ട്സ്. ഞാൻ നിങ്ങളെ ഈ റിസൾട്ടുകളെല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കുക മാത്രമാണ് കേട്ടോ പിള്ളേരെ ചെയ്തത്. കാരണം മറ്റൊന്നുമല്ല, ഇത്രയുമുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ആ റിസൾട്ട് അവിടെ കണ്ടതാണ്. ഇപ്പം ഇതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് സാറേ ഇതിങ്ങനെ ഓടിച്ചോടിച്ച് പോയത് എങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഓടിച്ചോടിച്ച് പോയതല്ല. എനിക്കറിയാം ഈ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും അത് കാണാം. അപ്പോൾ നിങ്ങൾക്കത് പോസ് ചെയ്ത് വെച്ച് അതെല്ലാം വായിക്കാം. മനസ്സിലായോ? അതിനുവേണ്ടിയാണ് ഞാൻ ആ സാധനം എല്ലാം ഒന്ന് കാണിച്ചത്. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രത്യേകിച്ചൊരു ടൈപ്പ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. പ്രത്യേകിച്ചൊരു ടൈപ്പ് എന്ന് ഞാൻ പറയില്ല. ഏത് ടൈപ്പിലും നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. വളരെ ഫ്ലെക്സിബിളാണ് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും ഫിഗറൊക്കെ വരച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത്. അറിയാമല്ലോ. ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒന്നിലധികം തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും എനിക്ക് പ്രശ്നമുള്ളത് ഈ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നും കൂടെ ഞാനൊന്ന് നോക്കി പോകണം. ഇതിനകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് നോക്കിയായിരുന്നു. പരാബോള y² = 4x ആണ്. ദ ഫോക്കൽ കോഡ് PQ ഓഫ് ദ പരാബോള y² = 4x മേക്ക് ആൻ ആംഗിൾ 60 degree with the positive x axis where P lies in the first quadrant. If the circle whose one diameter is PS, x being the focus of the parabola, touches the y axis at the point 0 alpha, then 5 alpha square is equal to നമുക്കവർ തന്നിരിക്കുന്ന പരാബോള എന്ന് പറയുന്ന y² = 4x ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും ആലോചിക്കുകയല്ല. പിന്നെ മാക്സിമം നമ്മൾ തിയററ്റിക്കലായിട്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം ചെയ്യുന്നത്. പടം വരച്ച് നോക്കി ചെയ്യുക എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പടം വരയ്ക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടോ എന്നിടയ്ക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ കോണി സെക്ഷൻസിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ. കാരണം റിസൾട്ടുകളെല്ലാം നല്ല കറക്റ്റായിട്ട് അറിയാമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഓൾജിബ്രായിക്കിൽ ഒപ്പിക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ കാണിച്ചു തരാം. y² = 4x എന്ന് പറയുന്ന പരാബോളനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് y² = 4ax എന്ന് പറയുന്ന പരാബോളയായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഒബിയസ്ലി 4a = 4 ആണ്. സോ a = 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. ഇനി PQ എന്ന് പറയുന്നത് ഫോക്കൽ കോഡാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പടം കണ്ടേ മതിയാകും, അല്ലെങ്കിൽ പടം വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പടമൊക്കെ ഞാൻ വരച്ച് കാണിക്കാം. ഇതാണ് പരാബോള എങ്കിൽ P എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ പോയിൻ്റാണ്. PQ എന്ന് പറയുന്ന ഫോക്കൽ കോഡാണ്. ഇതാണ് Q എന്ന് പറയുന്ന പോയിൻ്റ്. ഇതാണ് S എന്ന് പറയുന്നത് ആക്ച്വലി a,0 ആണ്. ഇനി നമുക്ക് a_t², a_t1², 2a_t1 എന്ന് വിളിക്കാം. ഇനി നമുക്ക് a_t2², 2a_t2 എന്ന് വിളിക്കാം. ഓക്കെ. ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്നവർ തന്നിട്ടുണ്ട്. ഇവിടെ വളരെ എ അറിയാവുന്ന സ്ഥിതിക്ക് ഇത് t1², 2t1 ആണ്. ഇത് 1,0 ആണ്. സോ സ്ലോപ്പ് ഓഫ് PS എന്ന് പറയുന്നത് y2 - y1, 2t1 - 0 ഡിവൈഡഡ് ബൈ t1² - 1 അല്ലേ. y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 = tan 60 എന്ന് കിട്ടും.
That implies 2t1 divided by t1 square minus 1 is equal to tan 60 എന്ന് പറയുന്ന √3 അല്ലേ പിള്ളേരെ? അതെ, ഇത് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2t1 is equal to √3t1 സ്ക്വയർ മൈനസ് √3 എന്ന് കിട്ടും. എല്ലാം അപ്പുറത്തേക്ക് ഉണ്ടായാൽ √3t1 സ്ക്വയർ മൈനസ് 2t1 പ്ലസ് മൈനസ് √3 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആഡ് ചെയ്യുമ്പോൾ -2, മൾട്ടിപ്ലൈ ചെയ്യുമ്പം -3 കിട്ടുന്ന നമ്പർ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടുന്ന നമ്പർസ് അത് കേട്ടോ പിള്ളേരെ. ആഡ് ചെയ്യുമ്പോൾ -2 കിട്ടുന്ന -3 1 അല്ലേ? അതെ, √3t1 സ്ക്വയർ മൈനസ് 3t1 പ്ലസ് t1 മൈനസ് √3 ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ നിന്ന് രണ്ടിടന്ന് ഒരു √3t1 നമ്മൾ കോമൺ എടുത്താൽ ഇവിടെ ഒരു t1 ഉണ്ട്, മൈനസ് √3 കിട്ടും, പ്ലസ് t1 മൈനസ് √3 എന്ന് കിട്ടും, ഈക്വൽ ടു 0. സോ ഒരു t1 മൈനസ് √3 കോമൺ എടുത്താൽ √3t1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സ്ഥലമില്ലാഴി ഒരു ചെറിയ പ്രശ്നമാണല്ലേ? അല്ലേ? നിങ്ങളോട് വർത്തമാനം പറയേണ്ട ഒരു സുഖമില്ലല്ലേ? t1 മൈനസ് √3 ഈസ് ഈക്വൽ ടു 0 കൊടുക്കാം, അല്ലെങ്കിൽ √3t1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 കൊടുക്കാം. ഇവിടുന്ന് t1 ഈസ് ഈക്വൽ ടു √3 കിട്ടും. ഇവിടുന്ന് ഇടുന്ന t1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആകും. അത് നമ്മൾ എടുക്കില്ല. കാരണം എന്നാണെന്നറിയോ? കാരണം അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പി ലൈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പി ലൈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്റ് എന്ത് കിട്ടും? പി എന്ന് പറയുന്ന പോയിൻ്റ് t1 സ്ക്വയർ എന്ന് പറയുന്ന 3, 2t1 എന്ന് പറയുന്ന 2√3. എസ് എന്ന് പറയുന്ന പോയിൻ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. എസ് എന്ന് പറയുന്ന പോയിൻ്റ് 1,0. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാ സാർ ഈ എസും പിയും എഴുതിയെന്ന്? അപ്പോൾ അതിൻ്റെ ബാക്കി പറഞ്ഞിട്ടുണ്ട്. സി ദ ഫോക്കൽ കോഡ് പി ക്യൂ ഓഫ് ദ പരാബോള മേക്ക് ആൻ ആംഗിൾ 60 degree വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ് വെയർ പി ലൈസ് ഇൻ ദ ഫസ്റ്റ് ഇഫ് ദ സർക്കിൾ ഹുസ് 1 diameter ഈസ് പി എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സർക്കിളിൻ്റെ ഡയമീറ്റർ പി എസ് ആണെങ്കിൽ ആ സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എക്സ് മൈനസ് x1 ഇൻറ്റു ഷോർട്ട് കട്ട് ഉണ്ട്, എക്സ് മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x2 പ്ലസ് y മൈനസ് y1 ഇൻറ്റു y മൈനസ് y2 y മൈനസ് 0 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഫോർമുല ഇട്ട് കൊടുക്കാം. ആൻഡ് ദിസ് സർക്കിൾ ടച്ചസ് ദ വൈ ആക്സിസ് അറ്റ് ദ പോയിൻറ്റ് 0 ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് 0, ആൽഫ ഇട്ട് കൊടുക്കാം. കാരണം 0, ആൽഫയിൽ ഇത് വൈ ആക്സിനെ ടച്ച് ചെയ്യുന്നുണ്ട്. സോ -3 ഇൻറ്റു -1 പ്ലസ് ആൽഫ മൈനസ് 2√3 ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0 നമുക്ക് കിട്ടും. ഇവിടെ പിള്ളേരെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇത് ആൽഫ സ്ക്വയർ മൈനസ് 2√3 ആൽഫ പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ആഡ് ചെയ്യുമ്പോൾ 2√3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടുന്ന നമ്പർസ് ഏതൊക്കെ കേട്ടോ പിള്ളേരെ? ഇത് ആക്ച്വലി ആൽഫ മൈനസ് √3 ദ ഹോൾ സ്ക്വയർ അല്ലേ? സോ ആൽഫ ഈസ് ഈക്വൽ ടു √3 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് 5 ആൽഫ സ്ക്വയർ അല്ലേ ചോദിച്ചിരിക്കുന്നത്? 5 ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 3 15 എന്ന് കിട്ടും. 15 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 1 ആണ്. എടാ പിള്ളേരെ ഇത്രയൊന്നും ചെയ്ത് ഒപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രയൊക്കെ അല്ല ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആണെന്ന് നോക്കിക്കോട്ടെ. എ ഫസ്റ്റ് ഓപ്ഷൻ സെറ്റല്ലേ? അടിപൊളി ചോദ്യമായിരുന്നു. ഇച്ചിരി ലെങ്തിയാണെന്ന് എനിക്കറിയാം. പിന്നെ ചെയ്തതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലെങ്തിയാണെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വലിയ സംഭവമൊന്നും ഇല്ലെന്നേ. ടാൻ തീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പാണെന്നറിയാം. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. പരാബോളയിൽ അത്രയ്ക്കൊക്കെ ഉള്ളൂ. മനസ്സിലായോ? വലിയ റിസൾട്ടോ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ആദ്യം കാണുമ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഇച്ചിരി പാടായിട്ട് തോന്നും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടൈപ്പ് ചോദ്യങ്ങളില്ല, പക്ഷേ ഇതിൻ്റെ ആൻസർ ഉറപ്പായിട്ടും കിട്ടും. കോണിക് സെക്ഷൻ ഭയങ്കര എളുപ്പമാണ്. ഇത് കിട്ടും, ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം. Let the point P of the focal chord PQ of the parabola y square is equal to 16x be 1, -4. If the focus of the parabola divides the chord PQ in the ratio m is to n, where GCD of m and n is equal to 1, then m square plus n square is equal to.
അതാണ് നമ്മുടെ ചോദ്യം. ഇതും ഇവിടെ ശ്രദ്ധിക്കണം പിള്ളേരെ. ഇത് കണ്ടോ, പരിപാടി എളുപ്പമാണെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ തന്നിരിക്കുന്ന y² = 16x എന്നല്ലേ. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് പരാബോള ഏതാ? y² = 4ax. അപ്പോൾ 4a എത്രയാണ്? 4a = 16. അപ്പോൾ a എത്ര കിട്ടും? a 4 കിട്ടും. 16x അല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ, അതെ. നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ, ഞാൻ പൊതുവേ പടം അങ്ങനെ വരയ്ക്കാറില്ല, പിന്നെ നിങ്ങൾ നിർബന്ധിക്കുന്നുണ്ട് വരയ്ക്കുന്ന. ഞാൻ പടം വരയ്ക്കാറില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അതിന് അങ്ങനല്ല. ഇതിൻ്റെ പടം അല്ലാതെ തന്നെ നമുക്ക് കിട്ടും. PQ ഫോക്കൽ കോഡല്ലേ പറഞ്ഞിരിക്കുന്നത്. പിയുടെ പോയിൻ്റ് നമ്മൾ 8t1², 2at1. Q എന്ന് പറയുന്ന പോയിൻ്റ് 8t2², 2at2. ഓക്കെ, ഫോക്കസ് നമുക്കറിയാം S, a,0 that is equal to 4,0. ഇതിൽ ഈ പോയിൻ്റ് അവർ തന്നിട്ടുണ്ട്, 1, -4 എന്നവർ തന്നിട്ടുണ്ട്. സോ എ എന്ന് പറയുന്നത് 4. 4t1² = 1. ഇപ്പോൾ t1² എന്ന് പറയുന്നത് 1/4. ഇപ്പോൾ t1 എന്ന് പറയുന്നത് ±1/4 കിട്ടും. +or-1/2 എന്ന് കിട്ടും. ഇപ്പോൾ 2at1 എന്ന് പറയുന്നത് 2 × a എന്ന് പറയുന്നത് 4 × t1 = -4 കൊടുത്താൽ t1 = -4/2 × 4. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ പൊന്നു സാറേ എന്നാൽ പിന്നെ സാറിന് -1/2 കണ്ടു. ഇവിടെ +or-1/2 ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും t1 = -1/2. ശരിയല്ലേ? PQ എന്ന് പറയുന്ന ഫോക്കൽ കോഡാണ്. PQ ഫോക്കൽ കോഡായതുകൊണ്ട് t1 × t2 = -1. ദാറ്റ് ഇംപ്ലൈസ് t2 = -1/t1. ദാറ്റ് ഇസ് = 2 എന്ന് കിട്ടും. t2 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. സോ Q എന്ന് പറയുന്ന പോയിൻ്റ് at2². a എന്ന് പറയുന്ന 4, 4 × 4 16, 2 × 4 8, 8 × t2 8 × 2 16, 16, എന്ന് കിട്ടും. മൈൽ സ്റ്റോണുകളെല്ലാം ഞാനൊന്ന് കൺഫേം ചെയ്ത് പോക്കോട്ടെ, ചെയ്ത ആൻസറുമായിട്ട് ബന്ധപ്പെട്ട സാധനം തന്നെയാണ് കിട്ടുന്നതെന്ന്. 16, എന്ന് കിട്ടും. ഇനി നിങ്ങൾ നോക്കിയേ, ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇതിനെ കോർഡിനേറ്റ് ജോമെട്രിയുടെ കഥകളിലേക്ക് കൊണ്ടുപോകാം. ഇത് കണ്ടോ, പിയും ക്യൂവും കിട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്ത് ആ റിസൾട്ടൊക്കെ ഡയറക്റ്റ് റിസൾട്ടാണ്. ഐ എം നോട്ട് തിങ്കിങ് എനിത്തിങ്. സാധാരണ ഒരു ചാപ്റ്റർ ചെയ്യുന്ന പോലെ അതങ്ങനെ തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിങ്ങനെ വേണം, ഒന്നും ചിന്തിക്കുന്നില്ല. റിസൾട്ടെല്ലാം അങ്ങനെ തന്നെയുണ്ട്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓൺലി, എല്ലാം ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. ഇതാ നമുക്ക് 2 പോയിൻ്റുകൾ അറിയാം. ഒന്ന് പി എന്നാടാ പിള്ളേരെ? 1, -4. ക്യൂ എന്നാടാ പിള്ളേരെ? 16, ഇനി ഇടയ്ക്കൊരു പോയിൻ്റ് ഉണ്ട്, എസ് എന്ന് പറയുന്നത് 4,0. ഇത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ k:1. അയ്യോ, അപ്പോൾ നിങ്ങൾ പറയുന്ന സാറേ k:1 അല്ല m:n. അപ്പോൾ kനെ m/n എന്ന് കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ നമ്മളെ അവർ പറ്റിക്കാൻ വേണ്ടി ഇടുന്ന. k = m/n എന്ന് കൊടുത്താൽ m:n നമുക്ക് k:1 എന്ന് എഴുതാം. സോ നമുക്ക് സൗകര്യം y കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നത്, കാരണം അത് 0 ആണല്ലോ. 0 = k × 16 + 1 × -4 / k+1 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് k = 4/16, ദാറ്റ് ഇസ് = 1/4 എന്ന് കിട്ടും. സോ m = 1ഉം n = 4ഉം ആണ്. ചോദിച്ചിരിക്കുന്ന m² + n² അല്ലേ? m² + n² = 17 ആണ് എനിക്ക് കിട്ടുന്നത്. 17 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 2 ഉണ്ട്. ഒന്ന് കൺഫേം ചെയ്തേക്കാം. 17, 17 തന്നെ. സ്പീഡിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കാവേ. ഞാൻ മാക്സിമം കണ്ടൻറ്റ് റിച്ച് ആക്കാനായിട്ട് നോക്കുന്നതാണ്. ഇതിലും ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് ഇത്ര പാടായിട്ടിത് 2025 ചോദ്യമാണ്. 2025 ഒരു ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാണെന്ന് ചോദിച്ചാലേ, ഇതിന് പഴയതിലേക്ക് വരുമ്പോൾ ടാൻജൻറ്റും നോർമലിൻ്റെ ഒക്കെ കഥകളുണ്ട്. 2025 ടാൻജൻറ്റും നോർമലും ഡയറക്റ്റ് അവർ പറയുന്നില്ല, പകരം അവരിത് കണ്ടോ ബാക്കി, അതായത് സർക്കിളുമായിട്ടും കോർഡിനേറ്റ് ജോമെട്രി ആയിട്ടുള്ള കണക്ഷൻസ് കൊടുക്കുന്നതേ ഉള്ളൂ. പരാബോളയിലെ എലിപ്സിനെ ഹൈപ്പർബോളേനെയൊക്കെ സ്ട്രെയിറ്റ് ലൈനും സർക്കിൾസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ, ഭംഗിയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അത്
പഴയതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പം ഇപ്പം ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയുകയാണേ, എൻ്റെ ഒരു ഐഡിയ ഞാൻ മനസ്സിലാക്കിയതിടത്തോളം പഴയ അതായത് പണ്ടത്തെ ചോദ്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ റിസൾട്ടുകൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ എക്സാം ഹാളിൽ ആ റിസൾട്ടുകളൊക്കെ നേരിട്ട് അപ്ലൈ ചെയ്യാനുള്ള ചോദ്യം വരും. പക്ഷേ അത് ഹയർ ലെവൽ ചോദ്യങ്ങളാണ്, പക്ഷേ റിസൾട്ട് നേരിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കോണിക്ക് ആയിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ട് പഠിച്ചുകൊണ്ട് പോയിട്ട് റെഡിമെയ്ഡായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്ത് നമുക്ക് ഇതുണ്ട്. കോണിക്കിൻ്റെ ഏരിയ റിസൾട്ട് അപ്ലൈ ചെയ്തു, പക്ഷേ ഇത് കണ്ടോ കോർഡിനേറ്റ് ജോമെട്രിയിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായി പറഞ്ഞു? കോർഡിനേറ്റ് ജോമെട്രിയിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ആലോചിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടോ, ഈ 3 ചാപ്റ്ററുകളിൽ ഏതാ എളുപ്പം എന്ന് ചോദിച്ചാൽ കോണിക്കെന്ന് ഞാൻ പറയും. കോണിക്കിൻ്റെ റിസൾട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല, റിസൾട്ട് അറിയാമെങ്കിൽ നേരിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളേ ഉള്ളൂ. ആൻഡ് അതിനെ അവർ കോർഡിനേറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ കുറച്ച് സ്ലോപ്പിൻ്റെ കൺസെപ്റ്റ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇങ്ങനെയാണല്ലോ അതങ്ങനെയാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതായിട്ട് വരും. അടുത്ത് ഇത് 25 ഒരു ചോദ്യമാണേ. ഞാനത് പറയാനുള്ള കാര്യം, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ എല്ലാ ക്ലാസ്സിലും പിള്ളേർ ചോദിക്കുന്നത് സാർ ഇതിനകത്ത് ഇത് വേണമെന്ന്, നമ്മുടെ ടാൻജൻസ് ആൻഡ് നോർമൽസ് വേണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാര്യം ചെറുതായിട്ടൊന്ന് പറയാൻ വേണ്ടിയാണേ. ഇതാ സാർ, റിസാൻ ഒരു ഹായ് തരുമോ? ഹൈ ഇടയ്ക്ക് നോക്കിയില്ലെങ്കിൽ ഇവനെ ഒരു സുഖമില്ല. ഇതിലേ 2 പരാബോളകളുണ്ട്. ഒന്ന് x² = y-2 ആദ്യത്തെ പരാബോള, രണ്ടാമത്തെ y² = x-2. സർക്കിളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ഇതിന് എനിക്ക് ചെറുതായിട്ടൊരു പടം വരയ്ക്കണം. x² = y എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഓപ്പൺ അപ്വേർഡ് പരാബോളയാണ്. ഇത് y-2 ആകുമ്പം ഒരു 2 ഉണ്ട്, അത് മുകളിലേക്ക് ഉയർന്നിരിക്കും. ഗ്രാഫ് ട്രാൻസ്ഫോർമേഷനാണ്. അതുപോലെ തന്നെ y² = x എന്ന് പറയുന്ന പരാബോള ഓപ്പൺ ടു ദ റൈറ്റ് ആണ്. പക്ഷേ ഇവിടെ 2 യൂണിറ്റ് റൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കും. ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ഭംഗിയുള്ള അനാലിസിസുകൾ നമ്മൾ നടത്തണം. ഇത് 2 സിമ്മട്രിക് ആയതുകൊണ്ട് തന്നെ ഈ 2 ഫിഗറുകളും സിമ്മട്രിക്, അതായത് ലൈക്ക് ഇത് സിമ്മട്രിക് ആയിട്ടുള്ള 2 ഫിഗറുകളായതുകൊണ്ട് ഇതാ ഇതിനിടയ്ക്കൂടെ പോകുന്ന സർക്കിൾ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയായിരിക്കും സ്മോളസ്റ്റ് സർക്കിൾ. മാത്രമല്ല ആ സ്മോളസ്റ്റ് സർക്കിളിൻ്റെ ഡയമീറ്റർ എന്നൊക്കെ പറയുന്നത് y = x എന്ന് പറയുന്ന ലൈനൊക്കെ തന്നെ ആയിരിക്കും. ഇതുണ്ട്, y = x കൊടുത്താൽ ഇവരുടെ 2 പേരുടെയും ടാൻജൻറ്റ്, ഇവിടെ വരയ്ക്കുന്ന ടാൻജൻറ്റും ഇവിടെ വരയ്ക്കുന്ന ടാൻജൻറ്റും ഈ y = x-നോട് ഈക്വൽ ആയിരിക്കും. സോ സ്ലോപ്പ് ഓഫ് ടാൻജൻസ് എന്ന് പറയുന്നത് ഈ 2 ടാൻജൻറ്റുകൾ T1 T2 ടാൻജൻസ് എന്ന് പറയുന്നത് T1 T2 ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് y = x. y = x-ൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പം ഞാൻ ആദ്യത്തെ പരാബോളയും എടുക്കും, x² = y-2 or y = x² + 2. അതിനകത്ത് dy/dx ഇതല്ലേ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്. dy/dx = 2x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കൊടുത്താൽ x = 1/2 എന്ന് കിട്ടും. x 1/2 ആണെങ്കിൽ y = 1/4 + 2 9/4 എന്ന് കിട്ടും. സോ ഈ പോയിൻ്റ് പി എന്നും ഈ പോയിൻ്റിനെ ഞാൻ ക്യൂ എന്നും വിളിച്ചാൽ പി എന്ന് പറയുന്ന പോയിൻ്റ് എനിക്ക് 1/2, 9/4 കിട്ടും. ഈ കർവിൻ്റെ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ കർവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. സോ എനിക്ക് 1/2, 9/4 എന്ന് കിട്ടി. അതുപോലെ രണ്ടാമത്തെ കർവ് എന്ന് പറയുന്ന x = y² + 2 ഓർ y² = x-2. നമ്മൾ വൈയുടെ ടൈമിലാണല്ലോ എഴുതേണ്ടത്. സോ 2y × dy/dx = 1 എന്ന് കിട്ടും. dy/dx 2y × dy/dx 1 ആണ്. dy/dx 1 ആണ്. എന്തുകൊണ്ടാണ്? സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് 1 ആണ്.
ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ y ഈസ് ഈക്വൽ ടു ഒബ്വിയസ്ലി 1/2 എന്ന് കിട്ടും. y 1/2 ആണെങ്കിൽ നമുക്ക് x കണ്ടുപിടിക്കാനായിട്ട് x ഈസ് ഈക്വൽ ടു y² + 2 ആണ്. സിമ്മട്രിക് ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 + 2 9/4 എന്ന് തന്നെ കിട്ടും. സോ Q എന്ന് പറയുന്ന പോയിൻറ്റ് 9/4, 1/2 എന്ന് കിട്ടും. 9/4, 1/2 പോയിൻറ്റുകളെല്ലാം കണ്ടുപിടിച്ച് സെയിം ആണോ എന്ന് ഞാൻ നോക്കിക്കോട്ടെ. 9/4, 1/2, 1/2, 9/4. നമുക്ക് എന്നാ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസാണ്. റേഡിയസ് ഈസ് ഈക്വൽ ടു PQ / 2. PQ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. PQ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിച്ചാൽ മതി. അതെനിക്ക് ഒന്ന് 7√2 / 2 എന്ന് കിട്ടും. 7√2 / 8 എന്ന് കിട്ടും. 7√2 / 8. കെയർലെസ് മിസ്റ്റേക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. 7√2 / 8 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 4 ആണ്. റേഡിയസ് ലാസ്റ്റ് ആൻസറായി. ഡൺ. ക്ലൗണോ? എന്നെ മനസ്സിലായോ സാർ? എടാ എനിക്കിത് കത്തിയില്ലടാ, പേര് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവും. ഇടയ്ക്ക് നോക്കിക്കോളാം കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായി. ഇത് പറയാനുള്ള കാര്യം വൈ ദിസ് ക്വസ്റ്റ്യൻ ബിക്കോസ് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചു. പിന്നെ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റിൻ്റെയും ഇക്വേഷൻ ഓഫ് നോർമലിൻ്റെയും ഒക്കെ ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളും ഇത് ഷിഫ്റ്റഡ് പരാബോളാസാണ്. y = x² + 2 y = x = y² + 2 എന്ന് പറയുന്ന രണ്ട് ഷിഫ്റ്റഡ് പരാബോളാസാണ്. അപ്പോൾ ഷിഫ്റ്റഡ് പരാബോളാസ് ആകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ടാൻജൻറ്റ് നോർമൽ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് പഠിക്കുന്നില്ല. പിന്നെ ഇതാണ് ഏറ്റവും കൺവീനിയൻ്റ് ഉള്ള മെത്തേഡ്. ഇത് 2025 ചോദിച്ചതാണ്. ഇതൊരു എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കൂട്ടാം. കാരണം പിന്നെ ഞാൻ പറഞ്ഞത് ഇത് ആപ്ലിക്കേഷനുള്ള ഒരു സാർ ടാൻജൻസ് ആൻഡ് നോർമൽസ് ഉണ്ടോ സാർ, അത് ഡിലീറ്റഡ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആ കുട്ടികൾക്കുള്ളൊരു റിപ്ലൈ പോലെയാണ് ഞാനത് ചെയ്ത് കാണിച്ചത്. കണ്ടോ, ഉണ്ട്, ചോദിക്കുന്നുണ്ട്. സോ യു ഷുഡ് നോ ഓൾ ദ കൺസെപ്റ്റ്സ്. ബട്ട് എല്ലാം റിച്ചായിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാധനങ്ങളാണ് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടത്. പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം നമ്മളങ്ങ് ഒഴിവാക്കേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുകയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ പഠിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. ഞാൻ പറഞ്ഞുതരാമെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് എളുപ്പമുള്ള ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾക്കകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ചോദ്യം വന്നിട്ട് അത് പഠിച്ചിരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേനും കോണിക്കിൽ നിന്ന് ഏത് ചോദ്യം ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് പറയാനായിട്ട്. ഞാൻ ഫ്രാങ്കായിട്ട് പറയുന്നത്, ഇതിന് മുൻപ് ഞാനിവിടെ ജെ എക്സ്പ്രസ്സിന് കയറിയത് 3Dയും പ്രോബബിലിറ്റിയും കൊണ്ടാണ്. എനിക്ക് കൃത്യം പറയാനറിയായിരുന്നു. ഈ ചോദ്യം വരും. പ്രോബബിലിറ്റിക്കാരെന്നും പറഞ്ഞിട്ടുണ്ട്, 3Dക്കാരെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുപോലെ അല്ല ഇത്. ഈ ടൈപ്പ് ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റൻസ് നോക്കി അറിയാം. ഭയങ്കര വെർസറ്റൈലാണ്, ഡിഫറെൻറ്റ് ടൈപ്സാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ ചാപ്റ്റർ പഠിക്കുന്ന കുട്ടിക്ക് ഇതിനകത്ത് ഏത് ചോദ്യം വന്നാലും കിട്ടും. കോർഡിനേറ്റ് ജോമെട്രി അല്ലെങ്കിൽ കോണിക് സെക്ഷൻ്റെ ഒക്കെ പ്രത്യേകത അതാണ്. അവരെന്തും ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കൺസെപ്റ്റും റിസൾട്ട്സും അറിയാമെങ്കിൽ അത് കിട്ടും. എങ്ങനെയെങ്കിലും വരച്ചൊപ്പിച്ചാണെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ, കിട്ടാതെ പോകില്ല. കണ്ടോ, ഇതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ഇനി നോക്കിയാൽ നിങ്ങൾ ഇതിങ്ങനെയൊക്കെയാണെന്ന് അറിയുവാണെങ്കിൽ ചെറിയൊരു ജോമെട്രിക്കൽ ഐഡിയ ഉണ്ട്. പിന്നെ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയില്ല. ഡിസ്റ്റൻസ് ഫോർമുലയൊക്കെ അല്ലേ ഉള്ളൂ, അതിനകത്ത് വേറെ കഥകളൊന്നുമില്ലല്ലോ. അടുത്ത് ലെറ്റ് P be the parabola whose focus is -2, 1 and the directrix is 2x + y + 2 = 0. Then the sum of the ordinates of the point on P whose abscissa is -2. പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ, ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരില്ലെന്ന്. ഈ ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ടൈപ്പ് ഓഫ് ചോദ്യം എന്ന് പറഞ്ഞാലേ, ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്കൊരു ടേബിൾ കാണിച്ചില്ലേ, ആ ടേബിൾ കാണിച്ചതിനകത്ത് നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഉണ്ട്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് നമ്മൾ പഠിക്കുന്നതെല്ലാം ഒന്നുകിൽ x ആക്സിസിന് പാരലലായിരിക്കും അല്ലെങ്കിൽ y ആക്സിസിന് പാരലലായിരിക്കും. ഈ എഴുതിയിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് x ആക്സിസിനും പാരലലല്ല, y ആക്സിസിനും പാരലലല്ല. അതായത് നിങ്ങൾ പഠിക്കുന്ന എലിപ്സിൻ്റെ, നിങ്ങൾ പഠിക്കുന്ന ഹൈപ്പർബോളയുടെ, നിങ്ങൾ പഠിക്കുന്ന പരാബോളയുടെയും ഡയറക്ട്രിക്സും ആക്സിസും ഇപ്പം ഡയറക്ട്രിക്സ് x ആക്സിസിന് പാരലലാണെങ്കിൽ ആക്സിസ് y ആക്സിസിന് പാരലലായിരിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഏതെങ്കിലും ഒരു ആക്സിസിന് പാരലലായിട്ടായിരിക്കും നിങ്ങളുടെ ഡയറക്ട്രിക്സും ആക്സിസും ഇരിക്കുക. ഇവിടെ അവർ തന്നിരിക്കുന്ന ഡയറക്ട്രിക്സ് അങ്ങനെ അല്ല എങ്കിൽ ഇതൊരു ജനറൽ പരാബോളയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഇതൊരു ജനറൽ പരാബോളയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ജനറൽ പരാബോളയുടെ ഡെഫിനേഷൻ എഴുതുക. ഇപ്പം ലെറ്റ് ആൽഫ, ബീറ്റ ബി പോയിൻ്റ് ഓൺ പരാബോള implies distance from focus is equal to
ഡിസ്റ്റൻസ് ഫ്രം ഡയറക്ട്രിക്സ്. ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ് എന്ന് പറയുന്നത് ഇതാ ആൽഫ മൈനസ് 2 the whole square plus beta minus 1 the whole square under the root is equal to distance from directrix or line alle modulus of 2 alpha plus beta plus 2 divided by root of 2 square plus 1 square. This square ചെയ്താൽ alpha square plus 4 alpha plus 4 plus beta square minus 2 beta plus 1 is equal to ഇതിൻ്റെ സ്ക്വയർ ചെയ്താൽ 4 alpha square plus beta square plus 4 plus 2 into 2 alpha into beta എന്ന് പറയുന്നത് 4 alpha beta plus 2 into 2 alpha into 2 എന്ന് പറയുന്നത് 8 alpha plus 2 into 2 beta into 2 എന്ന് പറയുന്നത് 4 beta the whole divided by 4 plus 1 ഇത് 5 എന്ന് കിട്ടും. ഇത് a plus b plus c the whole squareൻ്റെ എക്സ്പാൻഷൻ എഴുതിയേക്കുന്നത്. തെറ്റിപ്പോയാൽ ക്ഷമിക്കണം. വൃത്തിക്കാക്കി ഞാൻ എഴുതിക്കോട്ടെ. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ഫോം ഞാൻ എഴുതിക്കോട്ടെ. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ഫോം നമ്മൾ എഴുതേണ്ട കാര്യമില്ലായിരുന്നു. കാരണം എന്നാണെന്നറിയോ അവിടെ പിള്ളേരെ, അതിനെന്നറിയോ ഇതിൻ്റെ ഇത്രയും വിജൃംഭിച്ചത് എഴുതേണ്ട കാര്യമില്ലായിരുന്നു. അതിൻ്റെ കാര്യം ഇതിൽ അപ്സിസ -2 തന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പോയിൻറ്റിൻ്റെ അപ്സിസ എന്ന് പറയുന്ന ആൽഫ ഈസിക്കൽ നിങ്ങൾ -2 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ആൽഫ -2 ഇട്ട് കൊടുത്താൽ -2 + 2 എന്ന് പറയുന്നത് 0 കിട്ടും. പ്ലസ് ബീറ്റ -1 ദ ഹോൾ സ്ക്വയർ അണ്ടർ ദ റൂട്ട് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു -2 -4 പ്ലസ് ബീറ്റ പ്ലസ് 2 ഡിവൈഡർ ബൈ റൂട്ട് 5 എന്ന് കിട്ടും. ഇത് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. സോ ഇത് മോഡുലസ് ഓഫ് ബീറ്റ -1 is equal to beta -2 set the modulus divided by root 5. ഇനി സ്ക്വയർ ചെയ്താൽ പോരെ. ബീറ്റ -1 the whole square is equal to beta -2 the whole square divided by 5 എന്ന് കിട്ടും. സോ 5 ഇൻറ്റു ബീറ്റ സ്ക്വയർ -2 ബീറ്റ പ്ലസ് 1 ഈസ് ഈക്വൽ ടു ബീറ്റ സ്ക്വയർ -4 ബീറ്റ പ്ലസ് 4 എന്ന് കിട്ടും. എന്നാണ് വളരെ ചോദിച്ചിരിക്കുന്നത്? ദ സം ഓഫ് ദ ഓർഡിനേറ്റ്സ് ഓഫ് ദ പോയിൻറ്റ്സ്. 2 പോയിൻറ്റുകളുണ്ടല്ലോ. അപ്പം ഇത് 5 ബീറ്റ സ്ക്വയർ മൈനസ് 10 ബീറ്റ പ്ലസ് 5 ഈസ് ഈക്വൽ ടു ബീറ്റ സ്ക്വയർ -4 ബീറ്റ പ്ലസ് 4. 5 ബീറ്റ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ 4 ബീറ്റ സ്ക്വയർ മൈനസ് 10 ബീറ്റ പ്ലസ് 4 ബീറ്റ എന്ന് പറയുന്നത് -6 ബീറ്റ 5 - 4 എന്ന് പറയുന്നത് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇത് ബീറ്റ 1 പ്ലസ് ബീറ്റ 2 സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് -6/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2. ആൻസർ നോക്കിയതിന് ശേഷം ഞാൻ കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കിക്കോളാം. 3/2 എനിക്ക് ഓപ്ഷനിലുണ്ട്. സം ഓഫ് റൂട്ട്സ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? സം ഓഫ് കോർഡിനേറ്റ്സ് അല്ലേ? 3/2. 3/2. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റാണ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു സാധനമാണ്. അതായത് അതിനകത്ത് ഇതുണ്ടോ, ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം ഡയറക്ട്രിക്സ്. സാധാരണ രീതിയിൽ ഇത് കഴിഞ്ഞ പോലെയൊക്കെ ഒത്തിരി തവണ ചോദിച്ചിരിക്കുന്നത് ആ ഇക്വേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഇക്വേഷൻ ഇതിനകത്ത് അപ്സിസ -2 ആകുമ്പം എക്സ് കോർഡിനേറ്റിന് -2 ഇട്ട് കൊടുത്തിട്ട് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് വൈ കോർഡിനേറ്റുകളുടെ സമ്മ കണ്ടുപിടിക്കാനായിട്ട് ഇത്തവണ ചോദിച്ചിരിക്കുന്നത് സമാധാനപരമായിട്ടുള്ള ചോദ്യം. സമാധാനപരമായിട്ടുള്ള ചോദ്യം ഞാൻ ഇത് എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഇതെല്ലാം സാധാരണ രീതിയിൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇക്വേഷനിലേക്ക് ഒരു എക്സ് സ്ക്വയറിൻ്റെ ടൈമുള്ള വൈ സ്ക്വയറിൻ്റെ ടൈമുണ്ട്, എക്സ് വൈയുടെ ടൈമുണ്ട്, പിന്നെ എക്സിൻ്റെ ടൈമുണ്ട്, പിന്നെ വൈയുടെ ടൈമുണ്ട്, ഒരു കോൺസ്റ്റൻറ്റ് ടൈമുള്ളൊരു വിജൃംഭിച്ച ഇക്വേഷനായിട്ട് അതിൻ്റെ ഒരു ഫോം അവർ തന്നിട്ട് അതിനകത്ത് കോൺസ്റ്റൻറ്റുകൾ കമ്പയർ ചെയ്ത് ആ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളൊരു ലേറ്റസ്റ്റ് ഒരു 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കംപ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 8 ചോദ്യം അതുപോലെ തന്നെ കിട്ടും. സെയിം സാധനം. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഈ 2025 ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കൊരു ക്യാരക്ടറുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ 2025 ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം എടുത്ത് നോക്കിയാൽ അതിനൊരു പർട്ടിക്കുലർ ക്യാരക്ടറുണ്ട്. 2024 ചോദ്യ പേപ്പറിനെല്ലാം ഒരു ക്യാരക്ടറുണ്ട്. അങ്ങനെ ആ ഒരു ക്യാരക്ടർ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് അത് മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? 25 തൊട്ട് 20 വരെയുള്ള ചോദ്യ പേപ്പറുകളിലെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടർ നോക്കിയിട്ടേ കാര്യമുള്ളൂ. ആ ഒരു ക്യാരക്ടർ എനിക്ക് ഒരിക്കലും കോണിക് സെക്ഷനിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. 2026 ആദ്യത്തെ പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഞാൻ പറയാം ഏതൊക്കെ സാധനങ്ങളായിരിക്കും മിക്കവാറും വരാനുള്ളതെന്ന്. അത് നോക്കാം. അതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? 25 ചോദ്യങ്ങൾക്കകത്ത് ഒരുപാടെണ്ണം റിപ്പീറ്റഡ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ജനറൽ ചോദിക്കും കേട്ടോ, ജനറൽ ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ്. Let P
4, 4 root 3 be a point on the parabola y square is equal to 4ax and PQ be the focal chord of the parabola. If M and N are the foot of the perpendiculars drawn from P and Q respectively on the directrix of the parabola, then the area of the quadrilateral PQMN. ചുമ്മാ ഒരു പടം വരച്ച് കാണിക്കട്ടെ. ഡയറക്ട്രിക്സ് കാണല്ലോ. PQ ഇവിടെ എവിടെയായിട്ടാണ് ഡയറക്ട്രിക്സ് എന്ന് വിചാരിക്കുക. അവിടെ തന്നെ ആണല്ലോ ഡയറക്ട്രിക്സ്. അതെ, അവർ പിയിൽ നിന്നും ക്യൂവിൽ നിന്നും പെർപെൻഡിക്കുലേഴ്സ് വരച്ചിട്ടുണ്ട്. പിയിൽ നിന്നും ക്യൂവിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സ് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എമ്മും എന്നും, എം കോമ എൻ. ദെൻ ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ PQMN. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. PQMN എന്ന് പറയുന്നപ്പോൾ ഒരു ട്രപ്പീസിയോ, ഒബ്വിയസ്ലി അതൊരു ട്രപ്പീസിയോ. വളരെ പി എന്ന് പറയുന്നതിന് നമ്മൾ 8T1², 2AT1 എന്ന് വിളിച്ചാൽ എ അറിയത്തില്ല. പി അവർ തന്നിട്ടുണ്ട് 4, 4 root 3. ഞാൻ ഈ 4, 4 root 3 y square is equal to 4ax-നകത്ത് ഇട്ട് കൊടുക്കാം. y square is equal to 4ax-നകത്ത് 4, 4 root 3 ഇട്ട് കൊടുത്താൽ 16 is equal to 4 into a 4 root 3 the whole square. 4 root 3 the whole square 16 into 3 അല്ലേ, is equal to 4 into a into 4 എന്ന് കിട്ടും. 4, 4, 16. സോ a is equal to 3 എന്ന് കിട്ടും. a is equal to 3 ആണെങ്കിൽ ഇതിൽ 2AT1 എന്ന് പറയുന്നത് 2AT1 is equal to 4 root 3. a 3 അല്ലേ, T1 is equal to 4 root 3. So T1 is equal to 2 by root 3 എന്ന് കിട്ടും. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് എനിക്കറിയാം 4, 4 root 3. ക്യൂ എന്ന് പറയുന്നത് 8T2², 2AT2 ആണ്. T2 എന്ന് പറയുന്നത് -√3/2 ആണ്. ചാടി കയറി ചോദിക്കും അതെവിടെ നിന്ന് കിട്ടി, കിട്ടിയാണെന്നറിയാമോ? അത് കിട്ടാൻ കാര്യം T1 into T2 is equal to -1 റിസൾട്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഫോക്കൽ കോഡിൻ്റെ റിസൾട്ട് അല്ലേ T1 into T2 is equal to -1. ആ പേജ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ എ എത്രയാടാ പിള്ളേരെ? എ 3 3 into T2² എന്ന് പറയുന്നത് 3/4, 2 into എ എത്രയാടാ പിള്ളേരെ? 3 into T2 എന്ന് പറയുന്നത് -√3/2. That is equal to 9/4, -3√3. ഈ പോയിന്റ് എന്ന് പറയുന്നത് 4, 4 root 3. ഈ പോയിന്റ് 9/4, -3√3. ദെൻ ഈ ഡിസ്റ്റൻസ് എ എന്ന് പറയുന്നത് 3 ശരിയല്ലേ? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ y കോർഡിനേറ്റാണ്, ഇത് 4 root 3. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് താഴത്തോട്ടുള്ള y കോർഡിനേറ്റാണ് 3 root 3. h ഈ ഡിസ്റ്റൻസ് 3, ഈ ഡിസ്റ്റൻസ് 4, ഈ ഡിസ്റ്റൻസ് 3, ഈ ഡിസ്റ്റൻസ് 9/4. സോ ഏരിയ ഓഫ് ട്രപ്പീസിയം PQMN
എം എൻ ആ ഓർഡറിൽ പറയില്ല, എങ്ങനെ PQMN എന്നല്ല, PQNM എന്തെങ്കിലും ആയിക്കോട്ടെ, PQMN ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് 3 + 4 7 പ്ലസ് ഈ സൈഡ് 3 + 9/4 ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ് 4√3 + 3√3 എന്ന് പറയുന്നത് 7√3. സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ആ ആൻസർ ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. പറയുന്നതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ വി ആർ ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ഓക്കെ, ആ ക്വസ്റ്റൻ അവിടെ പോയി. സെക്കൻഡ് ഓപ്ഷൻ 343√3 / 8. നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പിള്ളേരെ, ഇതിലും കോണിക് സെക്ഷൻ്റെ കൺസെപ്റ്റിനകത്ത് ആ y² = 4ax പോയിന്റ് ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കുക, എ കണ്ടുപിടിക്കുക, ഒരു പോയിന്റിന് പാരാമെട്രിക് ഫോം at², 2at എടുക്കുക, T1 × T2 = -1 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് അല്ലേ. T1 × T2 = -1 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഈ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്തു. എനിക്കൊരു പെട്ടിയൊക്കെ വരച്ചെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സിൽ പെടുന്ന കാര്യങ്ങളാണ്. ആ റിസൾട്ട് അപ്ലൈ ചെയ്തു, P Q കണ്ടുപിടിച്ചു. ദ പ്രോബ്ലം സോൾവ്. അടുത്ത് the shortest distance of the parabola y² = 4x from the center of the circle. അത് തെറ്റാണെന്ന് എനിക്കറിയാം. The shortest distance of the parabola y² = 4x from the center of the circle x² + y² - 4x - 16y, x² + y² - 4x - 16y plus 64 = 0 is D, then D² = ഇതല്ലേ. y² = 4ax എന്ന് പറയുന്നത് ഒരു ഓപ്പൺ റൈറ്റ് പരാബോളയാണ്. ഇതിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സർക്കിളിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസാണ്. സോ ഒബ്വിയസ്ലി ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതാണ് D. ഇതാണ് y² = 4x എന്ന് പറയുന്ന പരാബോള. ആ പോയിൻ്റ് ആ സർക്കിളിൻ്റെ സെൻറ്ററാണ് 2,8. ഈ ഡിസ്റ്റൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് √of സെൻറ്റർ സ്ക്വയർ 4 + 64 - 64 ദാറ്റ് ഈസ് = 2 ആണ്. ഈ ഡിസ്റ്റൻസ് 2 ആണ്. നിങ്ങൾക്ക് ഈ D ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ P എന്ന് പറയുന്ന പോയിന്റ് ആക്ച്വലി ദിസ് ഇംപ്ലൈസ് 4a = 4 ആണ്, a = 1 ആണ്. സോ T², 2t എന്ന് കിട്ടും. T², 2t. ഓക്കെ, നമുക്കേ ഇത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെന്ന് പറയാൻ കാര്യം നോർമൽ ആയിരിക്കും, എപ്പോഴും നോർമൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഈ ഒരു പോയിൻറ്റും കൊണ്ട് പിള്ളേരെ y² = 4x നിന്ന് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ്, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആകുന്ന ഏത് മെത്തേഡ് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഈ പോയിൻറ്റ് T², 2t ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് T1 = 0 എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യാം. റീപ്ലേസ് x² / x x1.
ഈ വൈ സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ ബൈ എക്സ് എക്സ് വൺ വൈ സ്ക്വയർ ബൈ വൈ വൈ വൺ വൈക്ക് പകരം വൈ ഇൻറ്റു 2t ഈക്വൽ ടു 4 ഇൻറ്റു എക്സിന് പകരം എക്സ് പ്ലസ് 8t സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എക്സ് പ്ലസ് എക്സ് വൺ ബൈ 2. ഈ 2ഉം ഈ 4ഉം ഈ 2ഉം കൂടെ കട്ടായി പോവും. സോ വൈ ഈസ് ഈക്വൽ ടു എക്സ് ബൈ ടി പ്ലസ് ടി എന്ന് കിട്ടും. സോ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഈക്വൽ ടു ടി ആ, സോറി 1/t ആ. ഉണ്ട്, ഇത് ഞാനൊന്ന് പറഞ്ഞോ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് 1/t ആണ്. അത് ഞാൻ ഡിറൈവിംഗ് കൂടെ ചെയ്ത് കാണിച്ചത്. അപ്പോൾ സ്ലോപ്പ് ഓഫ് നോർമൽ മൈനസ് ടി ആ. സോ നോർമലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് വൈ വൺ 2t ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ടി സ്ക്വയർ. ഇതാണ് നോർമൽ. ഇത് പെർപെൻഡിക്കുലറാണ് നോർമൽ. അത് 280 കൂടെ പാസ് ചെയ്യും. സോ നമുക്ക് 2,8 അതിനകത്ത് ഇട്ട് കൊടുക്കാം. 280 ഇട്ട് കൊടുത്താൽ 8 മൈനസ് 2t ഈസ് ഈക്വൽ ടു മൈനസ് ടി ഇൻറ്റു 2 മൈനസ് ടി സ്ക്വയർ എന്ന് കിട്ടും. നിങ്ങൾക്ക് ടി ഒരെണ്ണം എലിമിനേറ്റ് ടി ഒരെണ്ണം ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ ആ ടിയുടെ വാല്യൂ നമുക്കൊന്ന് ഒറ്റ സ്റ്റെപ്പിൽ ടിയുടെ വാല്യൂയിലേക്ക് വരും അല്ലേ പിള്ളേരെ? പിള്ളേരെ, കാരണം അതെന്നാണെന്നറിയോ, ഇത് 8 മൈനസ് 2t അതങ്ങ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 2t മൈനസ് പ്ലസ് ടി ക്യൂബ് എന്ന് കിട്ടും. ഇത് കണ്ടോ, ടി ക്യൂബ് ഈസിക്കൽ ടു 8 പ്ലസ് ടി ഈസിക്കൽ ടു 2 എന്ന് നമുക്ക് നേരിട്ട് കിട്ടും. ടി എന്ന് പറയുന്നത് 2 കിട്ടിയാൽ പി എന്ന് പറയുന്ന പോയിൻ്റ് എത്രയാണ്? പി എന്ന് പറയുന്ന പോയിൻ്റ് 4,4 ആണ്. 4,4. അപ്പോൾ നിങ്ങൾക്ക് പി സി കണ്ടുപിടിക്കത്തില്ലേ? പി സി സ്മോൾ ലെറ്റർ ഡി ഈസ് ഈക്വൽ ടു പി സി മൈനസ് 2 അല്ലേ? ഇത് പി, ഇത് സി. പി സിക്കകത്ത് നിന്ന് 2 അങ്ങ് കുറച്ചാൽ ഡി കിട്ടും. എഴുതിയേക്കാം. ആൻസർ √20 ആണ് കിട്ടുന്നത്. സോ ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഡി സ്ക്വയർ = 20 എന്ന് കിട്ടും കേട്ടോ. അല്ല, ഡി അതല്ലടാ, എന്നോട് ക്ഷമിക്കൂ. ഡി എന്ന് പറയുന്നത് പി സി തന്നെ. ഡി സിക്കൽ പി സി തന്നെ കേട്ടോ. അങ്ങനെയാണെങ്കിലേ ഒരു 2 മിനിറ്റ് ബ്രേക്കേ, 2 മിനിറ്റ് ബ്രേക്ക്.
ഹലോ വെൽക്കം ബാക്ക്. എൻ്റെ പിള്ളേരെ ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നല്ല, അത്യാവശ്യം വലിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വീഡിയോ സ്റ്റക്ക് ആകുന്നത്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിൽക്കാതെ ഇതിങ്ങനെ പറഞ്ഞു തന്നെ പോകുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഈ കമൻറ്റ് നോക്കാതെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡഡ് ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 1, 2, 3 തവണ ഇത് കണ്ടു നോക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. നിങ്ങളങ്ങനെ സ്റ്റക്ക് ആകുന്നൊന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് അപ്ലോഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു ചെറിയ കാര്യം ഞാൻ എടുത്ത് വായിച്ചതിനകത്തൊരു ചെറിയ വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ, ഫ്രം സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുമ്പോഴത്തേനും ഈ മൊത്തം ഡിസ്റ്റൻസ് തന്നെയായിരുന്നു ഡി അല്ലേ. ഈ മുഴുവൻ ഡിസ്റ്റൻസ് തന്നെയായിരുന്നു ഡി. ഞാൻ ഇത്രയും ഡിസ്റ്റൻസാണ് ഡി ആയിട്ട് കൂട്ടിയത്. മൊത്തം ഡിസ്റ്റൻസ് ആയിരുന്നു ഡി. ആ ഡി എന്ന് പറയുന്നത് പി സി തന്നെയാണ് കേട്ടോ. പി സി ഞാൻ സർക്കിളിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൻ്റെ തലയ്ക്കകത്ത് വന്നു പോയി. സോ അത് പി സി തന്നെയാണ്. അത് നമുക്ക് കിട്ടുന്നത് √20 എന്ന് കിട്ടും. കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഞാൻ എഴുതുന്നതിനകത്ത് കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോണേ. ഇപ്പോൾ 20 ആണ്. സോ 20 എന്ന് പറയുന്നത് ഇല്ലേ, ആൻസർ ഓപ്ഷൻ 3. അതിനകത്ത് ലാസ്റ്റ് എഴുതുന്ന പോർഷനല്ല, അതായത് സിംപ്ലിഫിക്കേഷൻ നടത്താതെ ഞാൻ എഴുതുന്ന ആൻസറിൽ എന്തെങ്കിലും കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈക്വലി റെസ്പോൺസിബിളാണ്, നോക്കിക്കണം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. കഥയൊന്നും പറയാൻ ഞാൻ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിത് കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ടാണ്. Question number 7. The tangents at the point A, 1, 3 and B, 1, -1 on the parabola y square minus 2x minus 2y is equal to 1 meet at the point P, then the area of triangle PAB. പോയിന്റുകളെല്ലാം A 1, 3 ആണ്, B 1, -1 ആണ്. പരാബോളയുടെ ഇക്വേഷൻ y square minus 2x minus 2y is equal to 1. ഓക്കെ, സെറ്റ്. അപ്പം നമുക്ക് ചെയ്യാനായിട്ടെ ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാം പിള്ളേരെ. കുറച്ച് മുന്നേ ഞാനതൊന്ന് അപ്ലൈ ചെയ്താൽ ടാൻജൻ്റ് അറ്റ് എ T1 is equal to 0 എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്താൽ കിട്ടും. T1 is equal to 0 എന്ന് പറഞ്ഞാൽ y സ്ക്വയറിന് പകരം y ഇൻറ്റു y1 മൈനസ് 2 ഇൻറ്റു എക്സിന് പകരം x പ്ലസ് x1/2 മൈനസ് 2 ഇൻറ്റു വൈക്ക് പകരം y പ്ലസ് y1/2 മൈനസ് 1 is equal to 0. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 3y മൈനസ് ഇത് രണ്ടും കട്ടായി പോവും, എക്സ് മൈനസ് 1 മൈനസ് y മൈനസ് 3 മൈനസ് 1 is equal to 0. സോ ഇതിനകത്തൊരു മൈനസ് എക്സ് ഉണ്ട്, 3y മൈനസ് 5 എന്ന് പറയുന്ന പ്ലസ് 2y ഉണ്ട്, -1 മൈനസ് 3 മൈനസ് 4 മൈനസ് 4 മൈനസ് 1 മൈനസ് 5 is equal to 0. സോ എക്സ് മൈനസ് 2y പ്ലസ് 5 is equal to 0. ഇത്രയൊക്കെ എഴുതുമ്പോൾ ഞാൻ സിംപ്ലിഫിക്കേഷൻ കറക്റ്റാണോ എന്ന് നോക്കണ്ടേ. എക്സ് മൈനസ് 2y പ്ലസ് 5 is equal to 0. അതെ. രണ്ടാമത്തെ ടാൻജൻ്റ് അറ്റ് രണ്ടാമത്തെ പോയിന്റ് ബി, സെയിം പരിപാടി തന്നെ. T1 is equal to 0 ഇംപ്ലൈസ് വൈക്ക് പകരം ഇത് y സ്ക്വയർ അല്ലേ, അത് y സ്ക്വയറിന് പകരം y ഇൻറ്റു y1 മൈനസ് 2 ഇൻറ്റു എക്സിന് പകരം x പ്ലസ് x1/2 മൈനസ് 2 ഇൻറ്റു വൈക്ക് പകരം y പ്ലസ് y1/2 മൈനസ് 1 is equal to 0. സിംപ്ലിഫൈ ചെയ്താൽ 2 കട്ടായി പോവും, 2 കട്ടായി പോവും. സോ മൈനസ് y മൈനസ് എക്സ് മൈനസ് 1 മൈനസ് y പ്ലസ് 1 മൈനസ് 1 is equal to 0. 1 കട്ടായി പോവും, മൈനസ് എക്സ് മൈനസ് 2y മൈനസ് 1 is equal to 0. എല്ലാം മൈനസ് ആയതുകൊണ്ട് നമുക്ക് എക്സ് പ്ലസ് 2y പ്ലസ് 1 is equal to 0 എഴുതാം. നമുക്കൊന്ന് നോക്കിയേക്കാം. എക്സ് പ്ലസ് 2y മൈനസ് 1 is equal to 0. സോറി, എക്സ് പ്ലസ് 2y പ്ലസ് 1 is equal to 0. അതാണ് നേരത്തെയും കിട്ടിയത്. സെറ്റ്. ഇതാണ് രണ്ട് ടാൻജൻറ്റുകൾ. ദീസ് ടാൻജൻസ് ഇൻ്റർസെക്റ്റ് അറ്റ് വാട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി ടാൻജൻസ് അറ്റ് എ ആൻഡ് ബി ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിന്റ് പി. പി കണ്ടുപിടിക്കാൻ സോൾവ് ഈ ലൈനും ഈ ലൈൻ. ഇംപ്ലൈസ് പി ഈസ് ഈക്വൽ ടു ലൈൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ, -3 1 -3, -1 സാറ്റിസ്ഫൈ എന്ന് ചുമ്മാ നോക്കിയേക്കല്ലേ. -3 ഇത് 1 ഇട്ട് കൊടുത്താൽ
-3 + 2 5 എന്ന് പറയുന്നത് 2 2 - 2 ശരിയാണ്. -3 + 1 -2 സെറ്റ് സാറ്റിസ്ഫൈ. സോ ഡെൽറ്റ ഏരിയ ഓഫ് ട്രയാങ്കിൾ APAB, എ ഉണ്ട്, ബി ഉണ്ട്, പി ഉണ്ട്. 1/2 ഇൻറ്റു ഷൂലേസ് മെത്തേഡ് അല്ലേടാ പിള്ളേരെ. പി ഏതെങ്കിലും എടുക്കാം നമുക്ക്. 1, 3 ഉണ്ട്. ബി എന്ന് പറയുന്ന പോയിൻറ്റ് 1, -1 ഉണ്ട്. പി -3, 1 ഉണ്ട്. പിന്നെ വീണ്ടും ഫസ്റ്റ് പോയിൻ്റ് തന്നെ 1, 3 ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതും. നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. 1/2 ഇൻറ്റു ഇത് ഷൂലേസ് കിട്ടുന്ന പോലെ ഇങ്ങനെ നിങ്ങൾ വലിയ മോഡേൺ സ്റ്റൈലൊക്കെ ആയിരിക്കും ഷൂലേസ് കിട്ടുന്നത്. എനിക്ക് ഷൂലേസ് കിട്ടാൻ ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് 1 ഇൻറ്റു -1 -1 ഇൻറ്റു 3 3 പ്ലസ് 1 ഇൻറ്റു 1 1 മൈനസ് -3 ഇൻറ്റു -1 3 പ്ലസ് -3 ഇൻറ്റു 3 -9 -1 ഇൻറ്റു 1 1. ഇതാണെന്ന് തോന്നുന്നു. സിംപ്ലിഫിക്കേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ ഈക്വലി റെസ്പോൺസിബിളാണ്. എനിക്ക് ആൻസർ കിട്ടുന്ന 8 എന്നാണ് കേട്ടോ. എനിക്ക് കിട്ടിയ ആൻസർ 8 ആണ്. 8 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 4 ഉണ്ട്. സെറ്റല്ലേ നോക്കി. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുന്നൊന്നുമില്ല, കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയേക്കാം എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ എന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇത് നിങ്ങൾ പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇത് കേൾക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു സ്റ്റൈൽ വർത്താനം പറയാൻ പറ്റുന്നത്. ഇത് വലിയ പാടൊന്നുമില്ല. ടാൻജൻ്റ് അറ്റ് x1y1 പഠിക്കണം, നിർബന്ധമാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇതൊരു നൈസ് സംഗതിയാണേ. ദ ഇക്വേഷൻ ഓഫ് എ കോമൺ ടാൻജൻറ്റ് ടു ദ പരാബോള ആൻഡ് y ഈക്വൽ ടു, രണ്ട് പരാബോളാസ് y ഈക്വൽ ടു x² ആൻഡ് y ഈക്വൽ ടു -(x - 2) the whole square. കോമൺ ടാൻജൻറ്റ്. അതൊരു ചോദ്യം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കാദ്യം y ഈക്വൽ ടു x² ഇടുക. y ഈക്വൽ ടു x² അല്ലെങ്കിൽ x² ഈക്വൽ ടു y. x² ഈക്വൽ ടു yക്ക് നമ്മൾ കമ്പയർ ചെയ്യുന്ന x² ഈക്വൽ ടു 4ay ആണ്. സോ 4a ഈക്വൽ ടു 1 എന്ന് കിട്ടും. a ഈക്വൽ ടു 1/4. y ഈക്വൽ ടു mx + c ആണ് നമ്മൾ ടാൻജൻ്റ് ആയിട്ട് എടുക്കുന്നത്. അതിൽ കണ്ടീഷൻ c ഈക്വൽ ടു -am² ആണ്. സോ c ഈക്വൽ ടു, കണ്ടീഷൻ നമ്മുടെ ടേബിളിൽ കിടപ്പുണ്ടേ. c ഈക്വൽ ടു -m²/4 എന്ന് കിട്ടും. c ഈക്വൽ ടു a/m ഉം c ഈക്വൽ ടു -am² ആണ് നമ്മുടെ കണ്ടീഷൻസ്. സോ ടാൻജൻറ്റ് ഇങ്ങനെയാവും. y ഈക്വൽ ടു mx - m²/4. So this is again tangent to y is equal to minus of x - 2 the whole square. എന്നിട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ yക്ക് പകരം ഇതിട്ട് കൊടുത്താൽ മതി. mx - m²/4. ഇത് ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണേ. ഈ ടാൻജൻറ്റും ഇത് ടാൻജൻ്റ് ആണല്ലോ, ഈ ലൈനും ഈ കർവും കൂടെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഈക്വൽ ടു mx - m²/4 ഈക്വൽ ടു മൈനസ് ഓഫ് x² - 4x + 4. സോ എല്ലാം കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ x² - 4x പ്ലസ് mx ഉണ്ട്, -m²/4 ഉണ്ട്, +4 = 0. എന്തെങ്കിലും കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു ചെറിയ പേടിയുണ്ട്. ഇല്ലല്ലോ അല്ലേടാ പിള്ളേരെ. x² ഇത് മൈനസോടെ പ്ലസ് ആവും. ഇപ്പുറത്തേക്ക് കൊണ്ട് വരുമ്പോഴത്തേനും അത് മൈനസ് ആയിക്കോളും. സോ x² പ്ലസ് ഇത് m - 4 × x മൈനസ് അല്ലേ +4 - m²/4 = 0. ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് 0 ആയിരിക്കും. എന്നാ പരിപാടിയാണെന്ന് ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ്. ഇവിടെ പിള്ളേരെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, x² = 4ay എന്ന് പറയുന്നതിന് സ്റ്റാൻഡേർഡ് കണ്ടീഷനുണ്ട്. അതല്ലാതെ ഒരു ലൈൻ ഒരു കർവിനോട് ടാൻജൻ്റ് ആണെന്ന് പറയുമ്പം യു ഹാവ് ടു ട്രൈ സോൾവിങ് ദ കർവ് ആൻഡ് ദ ലൈൻ. യു വിൽ ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ x because the discriminant will be 0 because that is a tangent. ടാൻജൻ്റ് ആകുമ്പോഴത്തേനും ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനേ പാടുള്ളൂ, ഒറ്റ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനേ വരാൻ പാടുള്ളൂ. ഇപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഡിസ്ക്രിമിനൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് b²
m minus 4 the whole square, b square minus 4 into a into c, 4 minus m square divided by 4 is equal to 0 ആയിരിക്കും. സോ ഇത് m square minus 4 അല്ല m minus 4 the whole square, 4 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ഇൻറ്റു ഇത് 16 മൈനസ് എം സ്ക്വയർ. നമുക്കിത് എക്സ്പാൻഡ് ചെയ്യുമല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല അല്ലേ. ഞാനിപ്പോൾ ഒന്ന് തുമ്മാൻ സാധ്യതയുണ്ടേ. അത് പോയി, അശോകേട്ടൻ ചിരിപ്പിച്ചു, അത് പോയി. എം സ്ക്വയർ മൈനസ് 8m പ്ലസ് 16 മൈനസ് 16 പ്ലസ് എം സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. 16 മൈനസ് 16 കട്ടായി പോകും. സോ എം സ്ക്വയർ 2m സ്ക്വയർ മൈനസ് 8m ഈസ് ഈക്വൽ ടു 0. സോ 2m കോമൺ എടുത്താൽ m മൈനസ് 4 ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് m ഈസ് ഈക്വൽ ടു 4. കാരണം അത് സ്ലോപ്പാണ്, 0 ആകാൻ പറ്റില്ല. m ഈസ് ഈക്വൽ ടു 4. m ഈസ് ഈക്വൽ ടു 4 കൊടുത്താൽ നമ്മുടെ ടാൻജൻ്റ് എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു 4x മൈനസ് 16/4. സോ 4x മൈനസ് y മൈനസ് 4 is equal to 0. ഇനിയാണ് ടെൻഷൻ, ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഉണ്ടോയെന്ന്. y is equal to 4 into x plus 1, y is equal to 4 into x plus 1 ഉണ്ട്, ഓപ്ഷൻ 3. ഞാൻ ചെയ്ത് അങ്ങനെ തെറ്റാൻ സാധ്യതയില്ല. ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കണ്ടേ. സെക്കൻഡ് ഓപ്ഷൻ യു. ഒരു നെഗറ്റീവിൻ്റെ പ്രശ്നം എവിടെ കിടപ്പുണ്ടല്ലോ. ഇല്ലടാ, -4 തന്നെ, ശരിയാ. ഇതെങ്ങനെയാണ് പ്ലസ് ആവുന്നത്? 4x മൈനസ് 1, ശരിയാ. ഹേ, y ഈസ് ഈക്വൽ ടു 4x മൈനസ് 4 അല്ലേ. 4 കോമൺ എടുത്താൽ x മൈനസ് 1 അല്ലേ. യെസ്. അത് നിങ്ങൾക്ക് കത്തിയോ? ഒരു ശകലം സ്പീഡുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം കണ്ടൻറ്റ് തരിക എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് റീപ്ലൈ ചെയ്ത് കാണാമല്ലോ. ഒരു ലൈവ് പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേനല്ലേ പ്രശ്നമുള്ളൂ. നിങ്ങൾ റെക്കോർഡഡ് വീഡിയോ കാണുമല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. നെറ്റ്വർക്കിൻ്റെ എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇതും ഒരു ക്ലീഷ്യ ചോദ്യമാണേ, നല്ല ചോദ്യമാണ്. If the length of the lateral spectrum of a parabola whose focus is AA and the tangent at its vertex is x plus y is equal to a is 16, then mod A is equal to പരാബോള അവർ പറഞ്ഞിട്ടില്ല. ഫോക്കസ് എ ആണ്, ടാൻജൻ്റ് അറ്റ് വെർട്ടെക്സ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചുമ്മാ പരാബോള പറഞ്ഞ് എടുക്കുവാണ്. ഫോക്കസ് എ കോമ എ അല്ലേ. ടാൻജൻ്റ് അറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്ന ഈ ലൈൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എ. ഒരു ചെറിയ വിഷയം കാണിക്കും. ഇത് കെ 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 കൊടുക്കും. ഇതാണ് എ. എ ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ് ടു ടാൻജൻ്റ് അറ്റ് വെർട്ടെക്സ്. കാരണം അവർ തന്നിരിക്കുന്ന എ ഇല്ലേ, ആ എ നമുക്ക് ഇട്ട് കൊടുത്താൽ അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലുള്ളൊരു വേരിയബിളാണ്. ആ സംഗതി അത്ര സുഖമില്ല. മോഡ് കെ മനസ്സിലായോ പറഞ്ഞത്? നമുക്ക് എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇത് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുത്താൽ കെ പ്ലസ് കെ മൈനസ് കെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ അല്ലേ. 1 square plus 1 square that is equal to mod k divided by root 2 എന്ന് കിട്ടും. സോ ലെങ്ത് ഓഫ് ലാറ്ററൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് 4a അല്ലേ. അതവർ തന്നിട്ടുണ്ട് എത്രയാ? 16. ലെങ്ത് ഓഫ് ലാറ്ററൽ സ്ട്രക്ചർ 16 തന്നിട്ടുണ്ട്. സോ 4 ഇൻറ്റു എ എന്ന് പറയുന്നത് mod k divided by root 2 is equal to 16 ആണ്. സോ mod k is equal to ഇത് 4 root 2 എന്ന് കിട്ടും.
മോഡ് കെ 4 റൂട്ട് എന്നാണ് എനിക്ക് കിട്ടുന്നത്. 4 റൂട്ട് എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3 ഉണ്ട്. ശരിയായിരിക്കുമല്ലോ, ഞാനല്ലേ ചെയ്തത്? 4 റൂട്ട്. ഒരു ചെറിയ റിക്വസ്റ്റ്, ഇത് കണ്ടോ, ഇതൊരു ക്ലീഷേ ചോദ്യം, ഇതൊരു സ്റ്റാൻഡേർഡ് ഹൈപ്പർ എലിപ്സ് അല്ല, സോറി സ്റ്റാൻഡേർഡ് പരാബോളയല്ല. മനസ്സിലായോ? നിങ്ങൾ വൈ ആക്സിസ് ആയിട്ടൊന്നും കണ്ടത് സ്റ്റാൻഡേർഡ് പരാബോളയൊന്നുമല്ല, ചുമ്മാ അവർ പറഞ്ഞിരിക്കുന്ന. അപ്പോൾ ലെങ്ത് ഓഫ് ഫോക്കസിൽ നിന്നും ഈ ടാൻജൻറ്റ് വെർട്ടെക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതായിരിക്കും എ. അതിൻ്റെ 4 ടൈംസ് ആണ്, 4 ടൈംസ് ഓഫ് ദാറ്റ് ഡിസ്റ്റൻസ് ആണ് ലെങ്ത് ഓഫ് ലാറ്ററൽ റെക്റ്റം. ജനറൽ പരാബോളയുടെ കൺസെപ്റ്റാണ്, ജനറൽ തിങ്ങിൻ്റെ കൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്ലീഷേ ചോദ്യം, അതായത് കുറേ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം. നമുക്ക് ഇനി എലിപ്സിലേക്ക് പോയാലോ. എലിപ്സിനകത്ത് നിന്ന് ഞാൻ പറഞ്ഞല്ലോ, പരാബോളയ്ക്കകത്ത് കുറച്ച് ഒത്തിരി ഡിഫറൻറ്റ് സ്റ്റൈൽ ചോദ്യങ്ങളുണ്ട്. പക്ഷേ എലിപ്സിനകത്ത് അത്രയും ഡിഫറൻറ്റ് സ്റ്റൈലില്ല. എലിപ്സ് കുറച്ചുകൂടെ, എലിപ്സും ഹൈപ്പർബോളയിലേക്കൊക്കെ വരുമ്പോഴത്തേനും കുറച്ചുകൂടെ സമാധാനപരമായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് വരും. കൊണ്ടാണ് നോക്കണേ. ഇഫ് ദ ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് ഓഫ് ആൻ എലിപ്സ് ഈസ് ഈക്വൽ ടു, ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2b അല്ലേ, 2b ഈസ് ഈക്വൽ ടു 1/4 ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോക്കൈ, 1/4 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ എന്ന് പറയുന്നത് 2c ആണ്. ദെൻ ദ എക്സെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ്, ഈ b 2 2 വെട്ടിപ്പോയാൽ c ഈസ് ഈക്വൽ ടു 4b എന്ന് കിട്ടും. നിങ്ങൾക്ക് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് c/a ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് സിയും എയുമായിട്ട് കണക്ട് ചെയ്യേണ്ടടുത്ത് ഇവിടെ ഒരു ബി കിടപ്പുണ്ട്, അവനെ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ c² ഈസ് ഈക്വൽ ടു a² മൈനസ് b² എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നിന്നും b² ഈസ് ഈക്വൽ ടു a² മൈനസ് c² ഞാൻ ഒപ്പിച്ചെടുക്കും. ഇത് സ്ക്വയർ ചെയ്താൽ c² ഈസ് ഈക്വൽ ടു 16b² എന്ന് വരും. സോ c² ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു b² എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ, a² മൈനസ് c² ആണ് അല്ലേ. സോ c² ഈസ് ഈക്വൽ ടു 16a² മൈനസ് 16c² എന്ന് കിട്ടും. ഇവനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 17c² ഈസ് ഈക്വൽ ടു 16a² എന്ന് കിട്ടും. സോ c/a അല്ലേ കണ്ടുപിടിക്കേണ്ടത്, ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ c²/a² ഈസ് ഈക്വൽ ടു 16/17 എന്ന് കിട്ടും. സോ c/a പ്ലസ് ഓർ മൈനസ് 4/√17 എന്ന് കിട്ടും. സോ എക്സെൻട്രിസിറ്റി അതൊരു റേഷ്യോ പോസിറ്റീവ് ആയിരിക്കും. സോ 4/√17, 4/√17 എന്ന് പറയുന്നത് ഓപ്ഷൻ 4. എത്ര സമാധാനപരമായിട്ടുള്ള ചോദ്യം നോക്കി. ഞാൻ പറഞ്ഞില്ലേ, പരാബോളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം എലിപ്സിലെ ചോദ്യം അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ലോട്ടറിയാണ്. ശരിയാണോന്ന് നോക്കിയേക്കാം. 4/√17. ഈ ഒരു കൈൻഡ് ഓഫ് ചോദ്യം ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. കാരണം ഒരു ഇക്വേഷൻ തന്നിട്ട് അതിനകത്ത് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ എക്സെൻട്രിസിറ്റിയുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടാറുണ്ട്, അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ഇതിലെ 2 പ്രോപ്പർട്ടീസ് തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ തന്നിട്ട്. അടുത്ത്, ദ ലെങ്ത് ഓഫ് ദ ലാറ്ററൽ റെക്റ്റം ഓഫ് ആൻ എലിപ്സ് ഫോക്കൈ ആർ 2, 5 ആൻഡ് 2, -3 ആൻഡ് ദ എക്സെൻട്രിസിറ്റി ഈസ് 4/5. ഇവിടെ പിള്ളേരെ, അതായത് അതിൻ്റെ ഫോക്കസ് തന്നിരിക്കുന്നത് 2, 5ഉം 2, -3 ആണ്. അപ്പം നമുക്ക് ഫോക്കസ് എടുക്കേണ്ടത് h പ്ലസ് ഓർ മൈനസ് c, സോറി h, k പ്ലസ് ഓർ മൈനസ് c എന്ന് പറയുന്നതാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ. കാരണം ഇതിനകത്തെ ഫസ്റ്റ് കോയിഫിഷ്യൻറ്റ് സെയിമാണ്. സോ h എന്ന് പറയുന്നത് 2 കിട്ടും, k പ്ലസ് c എന്ന് പറയുന്നത് നിങ്ങൾക്ക് 5 എഴുതാം, k മൈനസ് c എന്ന് പറയുന്നത് നിങ്ങൾക്ക് -3 എഴുതാം. സബ്ട്രാക്ട് ചെയ്താൽ 2c ഈസ് ഈക്വൽ ടു 8, c ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. കണ്ടോ, എക്സെൻട്രിസിറ്റി e ഈസ് ഈക്വൽ ടു 4/5 എന്നവർ തന്നിട്ടുണ്ട്. സോ c/a ഈസ് ഈക്വൽ ടു 4/5. c എത്രയാണ്? 4. 4/a ഈസ് ഈക്വൽ ടു 4/5. a എത്ര കിട്ടും? 5 കിട്ടും. നിങ്ങൾക്ക് എന്നാ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് ലാറ്ററൽ റെക്റ്റം. അതിന് ബീങ് 2b²/a അല്ലേ. സോ c² ഈസ് ഈക്വൽ ടു a² മൈനസ് b². c² എന്ന് പറയുന്നത് 16 ഈസ് ഈക്വൽ ടു a², 25 മൈനസ് b² എത്രയാണ്? അയ്യോ, b² ആണല്ലോ ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത്, b². സോ b² ഈസ് ഈക്വൽ ടു 9. ലെങ്ത് ഓഫ് ലാറ്ററൽ റെക്റ്റം എന്ന് പറയുന്നത് 2b²/a. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 9/√5, 18/5. എ അല്ലായിരുന്നു 5, 3. നോക്കിയേക്കാം.
യാ 18/5. ഒരു ചെറിയ വിഷയമുണ്ട്. ഇതെന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നല്ലേ. ഇതിനാണ് ആദ്യം ടേബിൾ കാണിച്ചില്ലേ, അത് ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ കാണിക്കാനുള്ള കാര്യം. നേരെ ഓടിപ്പോയി ആ ടേബിളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ കൂടി ഫോക്കസ് ഇങ്ങനെ എക്സ് കോർഡിനേറ്റ് സെയിമും വൈ കോർഡിനേറ്റ് ഡിഫറൻറ്റും കിട്ടുന്ന 2 എലിപ്സേ ഉള്ളൂ. ആകെ നിങ്ങൾക്ക് 4 എലിപ്സാണ്. 2 എലിപ്സും അതിൻ്റെ 2 ഷിഫ്റ്റഡ് എലിപ്സുകളേ പഠിക്കാനുള്ളൂ. ആ 4 എണ്ണത്തിനകത്ത് കമ്പയർ ചെയ്താൽ ഇതുപോലെ കിടക്കുന്ന ഫോക്കൈ കിട്ടും. അതിനാണ് ഞാനത് ആദ്യം കാണിച്ചത്. കാരണം എന്താ വെച്ചാൽ അത് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ പറയുന്ന പോലെ അല്ലാതെ ഞാൻ ഇതിനകത്ത് കാണിക്കാൻ കാര്യം, ഈ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സി എന്ന് പറയുന്ന നൊട്ടേഷൻ ഉണ്ട്. നിങ്ങൾ ചിലവർ പഠിച്ചിട്ടുള്ളത് സി ഉണ്ടാവില്ല, പകരം AE ആയിരിക്കും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരുമെന്നോ എനിക്കൊരു പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിനകത്ത് ആദ്യമേ എൻ്റെ റിസൾട്ടെല്ലാം കാണിച്ചത്. എൻ്റെ റിസൾട്ടുകളെല്ലാം പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അത് വെച്ചാൽ ഞാൻ പ്രോബ്ലം ചെയ്യുന്നത്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആകുന്ന AE വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ചാടിക്കയറി ഒന്നിലേക്കും ഷിഫ്റ്റ് ആവണ്ട. മനസ്സിലായോ പറഞ്ഞത്? നൊട്ടേഷൻസിൻ്റെ ഇത്തിരി വ്യത്യാസമൊക്കെ വരും. അടുത്ത് ദ ഇക്വേഷൻ ഓഫ് ദ കോഡ് ഓഫ് ദ എലിപ്സ് ഹുസ് മിഡ് പോയിൻറ്റ് ഈസ് 3,1. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2025 2025 എന്നാണെന്നറിയത്തില്ല, ഈ കോഡ് വിത്ത് മിഡ് പോയിൻറ്റിനകത്ത് കിടക്കുമായിരുന്നു. 2025 ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ ഒരു 2025 തന്നെ ആ കുറേ ചോദ്യം വരുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഒരു കൊല്ലം ഇറങ്ങുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അവരിടുന്ന ടോപ്പിക്കുകൾ ചെറുതായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് നിങ്ങൾ നോക്കിക്കും, ഇത് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്കൊരു ഹോംവർക്ക് ഞാനിത് വെച്ചിട്ടുണ്ട് കേട്ടോ. കോഡ് വിത്ത് മിഡ് പോയിൻറ്റ്. കോഡ് വിത്ത് മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് T1 = S1. T1 എന്ന് പറയുന്നത് നമ്മുടെ റീപ്ലേസിങ് പരിപാടിയും, S1 എന്ന് പറയുന്നത് പറയാം. T1 എന്ന് പറയുന്നത് നമ്മുടെ എക്സ് സ്ക്വയറിന് പകരം x × 3 / 25 പ്ലസ് y സ്ക്വയറിന് പകരം y × 1 / 16 - 1 = -1 എന്ന് പറയുന്നത് ഈ 1 ഇപ്പുറത്തെ കൊണ്ടുവരണം. അപ്പുറത്തെ സൈഡിൽ S1 എന്ന് പറയുന്നത് ഈ പോയിൻ്റ് എടുത്ത് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. 3² / 25 പ്ലസ് 1² / 16 - 1 1 കട്ടായി പോവും. ഇത് 3x / 25 പ്ലസ് y / 16 = 9 / 25 പ്ലസ് 1 / 16. സോ ഇവിടെ നമുക്ക് രണ്ടിടത്ത് LCM എടുത്താൽ 16 3 48x പ്ലസ് 25y = 16 × 9 9 6 54 144 പ്ലസ് 25. സോ 48x പ്ലസ് 25y = 169. ഈ പരിപാടി മനസ്സിലായോ എന്ന് ചോദിച്ചാൽ ഈ റിസൾട്ട് പഠിച്ചിരിക്കണം. കഴിഞ്ഞ കൊല്ലം എന്നാന്നറിയത്തില്ല, ഇവർ ഇതിനകത്ത് തന്നെയായിരുന്നു ഇഷ്ടം പോലെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കോഡ് വിത്ത് മിഡ് പോയിൻറ്റ് ഒത്തിരിയാണ് അവിടെ. കഴിഞ്ഞ മുന്നിലത്തെ കൊല്ലം ചോദിച്ചിട്ടുണ്ട്. പണ്ട് ചോദിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത്, ഉണ്ട്. അപ്പോൾ കോഡ് വിത്ത് മിഡ് പോയിൻറ്റ് അവർ ചോദിച്ചെന്നുണ്ടെങ്കിൽ ടാൻജൻ്റ് അറ്റ് x1 y1 അവർ ചോദിക്കും. കാരണം ഈ T1 = 0 കൊടുക്കുമ്പോഴാണല്ലോ ടാൻജൻ്റ് അറ്റ് x1 y1 വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ടാൻജൻറ്റും പഠിക്കണം എന്നുള്ള രീതിയിൽ കാണുന്നു. ഇതാ നിങ്ങൾക്ക് ഹോംവർക്ക്. ദ ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് ദ എലിപ്സ് ഹൂസ് മിഡ് പോയിൻറ്റ്. ഇപ്പോൾ പറഞ്ഞ ചോദ്യം തന്നെ. ഈ 2 എണ്ണം ഞാൻ ഇടാൻ കാര്യമുണ്ടല്ലോ, ഞാൻ ഈ ചോദ്യം ആദ്യം ഇട്ടത്, പിന്നെ ലെങ്ത് ഓഫ് ദ കോഡ് ആയതുകൊണ്ട് ഞാനങ്ങ് മാറ്റിയതാണ്. ആയിക്കോട്ടെ, അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നേക്കാം. സി. പോയിൻ്റ് എല്ലാം കറക്റ്റല്ലേ നോക്കട്ടെ. അല്ല, കറക്റ്റ് അല്ലല്ലോ, കാരണം x² / a² പ്ലസ് y² / b² എന്നുള്ളതിന് x² / 4 പ്ലസ് y² / 2 സ്ക്വയർ ഉണ്ടായിട്ടില്ലല്ലോ. x² / 4 പ്ലസ് y² / 2 = 1 0.1, 1/2. നിങ്ങൾ കോഡ് വിത്ത് മിഡ് പോയിൻറ്റ് സെയിം ഫോർമുല തന്നെ, T1 = S1. ഈ ഫോർമുല തന്നെ ഇടാം. ഈ ഫോർമുല തന്നെ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാം, കോഡ് കണ്ടുപിടിച്ചിട്ട് ആ കോഡും ഇതും കൂടെ സോൾവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് 2 പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടും. അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. 2/3 √15 എന്നാണ് കിട്ടുന്നത്. പിന്നെ മക്കളെ ഇച്ചിരി സമയം എടുക്കും. ഇത് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ, ഈ പറഞ്ഞ കോഡ് വിത്ത് മിഡ് പോയിൻറ്റ് ഓക്കെ കുറച്ച് മുന്നേ ചെയ്ത പോലെ അതിന് T1 = S1 ചെയ്യാം. അത് ഞാനൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് എൻ്റെ പൊന്നേ നേരം കുറേ എടുത്തു. വലിയ സംഭവം. അതുകൊണ്ട് നിങ്ങൾ ചെയ്തോ, കഴിഞ്ഞാലും ചോദ്യം ഇതാ. ഇപ്പോൾ കണ്ടോ, എലിപ്സ് ഇത്രയും കൂടെ സ്പീഡിൽ പോകുന്നില്ലേ. അപ്പോൾ നിങ്ങൾ പറയും സാറേ ഹോംവർക്ക് തന്നാൽ പിന്നെ സ്പീഡിൽ പോയിരിക്കും. ഒരു ക്വസ്റ്റനല്ലേ ഞാൻ ഹോംവർക്ക് തന്നുള്ളൂ. ചോദ്യങ്ങളെല്ലാം കമ്പാരിറ്റീവ്ലി കമ്പയർ ടു പരാബോള എളുപ്പമല്ലേ. പക്ഷേ പരാബോള എണ്ണം കൂടുതൽ ചോദിക്കുന്നത്.
The length of the minor axis of an ellipse is equal to half of the distance between the foci. The eccentricity of the ellipse. ഇത് ഞാൻ കുറച്ച് മുന്നേ ചെയ്ത് ചോദിക്കാനുണ്ടോ പിള്ളേരെ? Length of the minor axis 2b is equal to half of the distance between the foci 2c. 2 വെട്ടിപ്പോവും. So c is equal to 2b. c square is equal to 4b square. അത് നമ്മൾ കുറച്ച് മുന്നേ ചെയ്തതാണ് അല്ലേ? എക്സെൻട്രിസിറ്റി അല്ലേ കണ്ടുപിടിക്കുക? എക്സെൻട്രിസിറ്റി സി ബൈ എ. സോ സിയുടെ ഇക്വേഷൻ ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഉണ്ട്. സോ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഇട്ട് കൊടുത്താൽ ആ ചെറിയ നമ്പറിൻ്റെ അകത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. സോ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4a സ്ക്വയർ മൈനസ് 4c സ്ക്വയർ വരും. സോ 5c സ്ക്വയർ ഇസ് ഈക്വൽ ടു 4a സ്ക്വയർ. So c square by a square is equal to 4 by 5. So c by a is equal to plus or minus 2 by root 5. Eccentricity ആകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കണം. 2 by root 5 റേഷ്യോ അല്ലേ? 2 by root 5 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 2. ഓക്കെ, യാ നെക്സ്റ്റ്. ഹൈപ്പർബോളയിലോട്ടൊന്ന് ചേടാം. വൺ ഫോക്കസ് ഓഫ് ദ ഹൈപ്പർബോള എച്ച് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ക്വസ്റ്റൻ ഒന്ന് നോക്കിക്കോട്ടെ. Let one focus of the hyperbola h x square by a square minus y square by b square is equal to 1b. Root 10 comma 0 and the point ആണ്. And the corresponding directress bx is equal to 9 by root 10. E and L respectively the eccentricity and length of lateral rectum of h and h, then 9 times e square plus L is equal to. ഇത് വളരെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് സി കോമ 0 സി ഈസ് ഈക്വൽ ടു റൂട്ട് 10 ആണ്. പിന്നെ എക്സെൻട്രിസിറ്റി ഡയറക്ട്രസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ ഇ ഈസ് ഈക്വൽ ടു 9 ബൈ റൂട്ട് 10 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ ഡിവൈഡർ ബൈ ഇ എന്ന് പറയുന്നത് സി ബൈ എ ഈക്വൽ ടു 9 ബൈ റൂട്ട് 10 എന്ന് കിട്ടും. കണ്ടോ, ഫോർമുല ഡയറക്റ്റാണ്. ഇത് എ സ്ക്വയർ ഡിവൈഡർ ബൈ സി അറിയാം, റൂട്ട് 10 ഈക്വൽ ടു 9 ബൈ റൂട്ട് 10 എന്ന് കിട്ടും. കട്ടായി പോയാൽ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9, എ ഈസ് ഈക്വൽ ടു 3 കാരണം എ പോസിറ്റീവാണ്, എ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സസിൻ്റെ പകുതി, ലെങ്ത് ഓഫ് സെമി ട്രാൻസ്വേഴ്സ് ആക്സസ് ആണ്. എടാ പിള്ളേരെ, ഇപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇതെങ്ങനെ ഇത് കൂളായിട്ട് എഴുതിയെന്ന്. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ഇക്വേഷൻസ് അല്ല എനിക്കറിയണം. അതായത് ഇതുണ്ട് ഫോക്കസ് അവർ തന്നിട്ടുണ്ട്. ഫോക്കസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സി കോമ 0 ആണെന്ന് നമ്മൾ അറിയണം. ഇപ്പോൾ A3യും സി റൂട്ട് 10 ആണെങ്കിൽ ഫോർമുല ഉണ്ടല്ലോ, സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. C10 is equal to 9 minus b square. ക്ഷമിക്കേ, എനിക്ക് ആ എലിപ്സിൽ നിന്നും ബസ് കയറാൻ ഒരു ശകലം താമസിച്ചു പോയി. ഹൈപ്പർബോളയ്ക്ക് അത് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ, സ്വാഭാവികം. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇവിടെ പിള്ളേരെ, അപ്പോൾ എക്സെൻട്രിസിറ്റി ഇ ഈസ് ഈക്വൽ ടു സി ബൈ എ, സി റൂട്ട് 10 ഡിവൈഡർ ബൈ 3 അല്ലേ, സി ബൈ എ റൂട്ട് 10 ഡിവൈഡർ ബൈ 3. പിന്നെ ലെങ്ത് ഓഫ് ലാറ്ററൽ റെക്ടം 2b സ്ക്വയർ ബൈ എ, 2 ഇൻറ്റു ബി സ്ക്വയർ 1 ഡിവൈഡർ ബൈ എ 3, 2/3. കണ്ടുപിടിക്കേണ്ട 9 ഇൻറ്റു ഇ സ്ക്വയർ പ്ലസ് എൽ, that is equal to 9 into e square 10/9 plus L 2/3. So 10 plus 6, 16 ആണ് എനിക്ക് കിട്ടുന്നത്. 16 ഓപ്ഷനിൽ എ ഉണ്ട്, നോക്കിയേക്കാം.
60 ഉണ്ട്. ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? ചുമ്മാ 0 വിട്ട് കളിക്കുന്ന പോലെ എത്രയല്ലേ ഉള്ളൂ. അടുത്ത് let the foci of the hyperbola be 114 and 1, -12. It passes through the point 16. Then the length of its lateral rectum is. ക്വസ്റ്റിനിൽ എന്തെങ്കിലും എറർ ഉണ്ടോ നോക്കിക്കോട്ടെ. 114, 1, -12. It passes through the point 1, 1,6. Yeah. Length of lateral rectum. ഇവിടെ പിള്ളേരെ സെൻറ്റർ എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ഓഫ് ഫോക്കൈ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു സെൻറ്റർ H, K അല്ലേ? ഈക്വൽ ടു 1 + 1/2 1, 14 - 12 2 2/2 1. സോ H 1 Kയും 1. നമുക്കേ അപ്പോൾ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് x - 1 the whole square by a square minus y - 1 the whole square by b square = 1 എന്ന് കാണാം. തെറ്റിപ്പോയില്ലേ? കാരണം അതിൻ്റെ ഇതാണോ പിള്ളേരെ ക്വസ്റ്റ്യൻ? എവിടെ തെറ്റിപ്പോയെന്നറിയോ? തെറ്റിപ്പോയെന്ന് എനിക്കൊരു സംശയം തോന്നുന്ന കാര്യം, ഇത് H, K + Cയും ഇത് H, K - C അല്ലേ? ഇതിൻ്റെ ആക്സിസ് അപ്പം y ആക്സിസിന് പാരലൽ അല്ലേ? x = 1 അല്ലേ? x = 1 ആകുമ്പോൾ y ആക്സിസിന് പാരലലാണെങ്കിൽ ഹൈപ്പർബോള ഇതല്ലല്ലോ, തിരിഞ്ഞ് കിടക്കൂലേ? y - 1 the whole square divided by a square minus x - 1 the whole square divided by b square = 1 എന്നല്ലേ കിടക്കുന്നത്? ഇങ്ങനെയല്ലേ കിടക്കുന്നത്? നോക്കാം തെറ്റുണ്ടോ എന്ന്. ഇതിനകത്തോടെ ഞാൻ 1, 6 ഇട്ട് കൊടുക്കുക. എക്സിന് 1ഉം വൈക്ക് 6 ഇട്ട് കൊടുക്കുമ്പോഴത്തേനും 6 - 1 5 25 divided by a square = 1 എന്ന് കിട്ടും. സോ a square = 25 കിട്ടും. സെറ്റ് a square = 25. ഇവിടെ വളരെ 2c എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇതിൻ്റെ ഡിസ്റ്റൻസ് അല്ലേ? √1 - 1 the whole square plus 12 - 14 12 - -14 എന്ന് പറയുന്നത് 14, 10, 24, 2, 26 c = 13 അല്ലേ? സോ c square = a square plus b square. 169 is equal to 25 plus b square. So b square is equal to 144. നിങ്ങൾക്ക് എന്നാ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് ലാറ്ററൽ റെക്ടം LLR 2b square by a 2 into b square എന്ന് പറയുന്നത് 144 by a എന്ന് പറയുന്നത് 5 288 divided by 5 ഓപ്ഷൻ 4. അതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് എനിക്ക് വന്നേനെ, പക്ഷേ വന്നില്ല. സേഫ്. ഇത് ഫോക്കസാണ്. ഫോക്കസുകൾ കിടക്കുന്നത് ഏത് ആക്സിസിലാണ്? ട്രാൻസ്വേഴ്സ് ആക്സിസിലാണ് ഫോക്കസ് കിടക്കുന്നത്. രണ്ടിന് എക്സ് കോർഡിനേറ്റ് സെയിമാണ്. സോ x = 1 എന്ന് പറയുന്നതാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. x = 1 എന്ന് പറയുന്നത് y ആക്സിസിൻ്റെ പാരലലായിട്ടുള്ള ആക്സിസാണ്. അപ്പോൾ ഹൈപ്പർബോള മേലോട്ടും താഴോട്ടും നോക്കിയിരിക്കും. അടുത്ത് let the foci of the hyperbola H coincide with the foci of the ellipse E. എടാ പിള്ളേരെ, ഫോക്കൈകൾ കോയിൻസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സി വാല്യൂ സെയിം അല്ലേ? അപ്പം നമുക്ക് എലിപ്സിൻ്റെ സി വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചാലോ? സി വാല്യൂ സെയിം എന്നല്ല, ഫോക്കസുകൾ മൊത്തം സെയിം ആയിരിക്കണല്ലോ. സോറി, ഇത് മറ്റേ ഷിഫ്റ്റഡ് എലിപ്സ് അല്ലേ? സോറി, അതിൻ്റെ ഫോക്കസ് നമുക്ക് കണ്ടുപിടിക്കാം.
x minus 1 the whole square by 100 plus y minus 1 the whole square divided by 75 is equal to 1. And the eccentricity of the hyperbola h be the reciprocal of the eccentricity of the ellipse. C, the length of the transverse axis of h is alpha and the length of the conjugate axis is beta, then 3 alpha square plus 2 beta square is equal to. See, let me introduce. ഈ ക്വസ്റ്റൻ്റെ പ്രത്യേകത ഇതിനകത്ത് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസുമായിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും അല്ല, ഈ എക്സും വൈ ആക്സിസ് എന്നല്ല, എലിപ്സും ഹൈപ്പർബോളയായിട്ടുള്ള ഒരു ബന്ധം വെച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കും. മനസ്സിലായോ? അപ്പം എലിപ്സും ഹൈപ്പർബോളയും ഓർത്തോഗണലാണെങ്കിൽ അവർ കോൺഫോക്കലാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ വെച്ച് ചോദിക്കും. അപ്പം നമുക്ക് എലിപ്സിൻ്റെ എല്ലാം കണ്ടുപിടിക്കാം. ആ എലിപ്സിൻ്റെ എ സ്ക്വയർ എത്രയാണ്? 100. ബി സ്ക്വയർ എത്രയാണ്? 75. h1 k1. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് സി റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഇസ് ഇക്വൽ ടു 5 എന്ന് കിട്ടും. സോ ഇതിൻ്റെ ഫോക്കസ് h പ്ലസ് ഓർ മൈനസ് സി കോമ കെ ദാറ്റ് ഇസ് ഇക്വൽ ടു h 1 പ്ലസ് ഓർ മൈനസ് 5. 1 പ്ലസ് 5 എന്ന് പറയുന്നത് 6 കോമ 1. 1 മൈനസ് 5 എന്ന് പറയുന്നത് മൈനസ് 4 കോമ 1. അപ്പം നമ്മുടെ ഹൈപ്പർബോളയുടെയും ഫോക്കൈകൾ എന്ന് പറയുന്നത് 6 കോമ 1 മൈനസ് 4 കോമ 1 അല്ലേ? ഇതിൻ്റെ എക്സെൻട്രിസിറ്റി സി ബൈ എ ദാറ്റ് ഇസ് ഇക്വൽ ടു 5 ഡിവൈഡഡ് ബൈ എ എത്രയാണ് പിള്ളേരെ? 10. ഇപ്പോൾ ഇതിൻ്റെ എക്സെൻട്രിസിറ്റി, ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി റെസിപ്രോക്കലാണ്. 10/5 2 ഇത് 1/2. ഇവിടുത്തെ ഫോക്കസും h പ്ലസ് ഓർ മൈനസ് സി കോമ കെ ആണ്. അപ്പം നിങ്ങൾ അതിനകത്ത് k1 h പ്ലസ് സി 6ഉം ഇപ്പോൾ സി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, സി വാല്യൂ സെയിം തന്നെ ഇവിടെ കിട്ടും. ശരിയല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പുറത്തെ സി വാല്യൂ തന്നെ. ആദ്യം ഞാനത് പറഞ്ഞു, പിന്നെ ഞാൻ പെട്ടെന്ന് ഷിഫ്റ്റഡ് ആണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഷിഫ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും സി വാല്യൂ സെയിം തന്നെയാണ്. പിന്നെ അവിടുത്തെ വെർട്ടെക്സ് എങ്ങാനും മാറിക്കിടന്നാൽ സെൻറ്റർ എങ്ങാനും അപ്പുറത്ത് മാറിക്കിടന്നാലേ വിഷയമുള്ളൂ. എന്തെങ്കിലും ആകട്ടെ. C5 ഇവിടെ വളരെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് സി ബൈ എ ദാറ്റ് ഇസ് ഇക്വൽ ടു 2. C5 5/a ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു 5/2 എന്ന് കിട്ടും. ഒന്ന് കൺഫേം ചെയ്തേക്കാം. ഇനി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. 25 ഈസ് ഈക്വൽ ടു 25/4 പ്ലസ് ബി സ്ക്വയർ. സോ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 മൈനസ് 25/4 that is equal to 75 divided by 4. നിങ്ങൾക്ക് എന്നാണ് പിള്ളേരെ വേണ്ടത്? ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ആൻഡ് ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് അല്ലേ? സോ ആൽഫ ഈസ് ഈക്വൽ ടു 2a, ബീറ്റ ഈസ് ഈക്വൽ ടു 2b അല്ലേ? ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ആൽഫ, ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് ബീറ്റ. മക്കൾസ് ഇപ്പോൾ ആൽഫ എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ 3 ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് 3 ആൽഫ സ്ക്വയർ പ്ലസ് 2 ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് 3 ഇൻറ്റു 4a സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4b സ്ക്വയർ ദാറ്റ് ഇസ് ഇക്വൽ ടു 3 ഇൻറ്റു 4 ഇൻറ്റു മക്കൾസ് എ സ്ക്വയർ എത്രയാടാ? 25/4 പ്ലസ് 2 ഇൻറ്റു 4 ഇൻറ്റു ബി സ്ക്വയർ എത്രയാടാ? 75/4. സിംപ്ലിഫൈ ചെയ്ത ആൻസർ 225. 225 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 2. 12 25 ഇൻറ്റു 4 100 300 പ്ലസ് അതെന്നാ പിള്ളേരെ പറ്റിയത് എനിക്ക്? 3 ഇൻറ്റു 2a
Yeah, 2a, 2b is equal to ഇല്ല എന്നാന്നറിയോ, ഞാൻ 25 × 4 100, 100 × 3 300 എടുത്തു. ഈ ഫോറും വെട്ടിപ്പോവുകയും ഈ ഫോറും വെട്ടിപ്പോവുകയും ചെയ്യും. 25 3 75, 75 × 150, 150 75 225, അത്രയേ ഉള്ളൂ. പേടിച്ചു പോയി കേട്ടോ. സ്വാഭാവികം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണേ. 25 × 4 100, 100 × 3 300, 275 ആൻസർ. പെട്ടോ? ഇല്ല, പെട്ടില്ല. അങ്ങനെ പെടുവോ? ഇല്ല. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഹൈപ്പർബോള എലിപ്സ് കമ്പൈൻഡ് ആയിരുന്നു, എളുപ്പമായിരുന്നേ. 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/2 ഓഫ് ദ എക്സെൻട്രിസിറ്റി ഓഫ് ദ ഹൈപ്പർബോള ഈസ് √7 ടൈംസ് ദ എക്സെൻട്രിസിറ്റി. √7 ടൈംസ് ഒക്കെ ആണോ നോക്കിക്കോട്ടെ. The eccentricity of the hyperbola x square minus y square cosec square theta is equal to 5 is √7 times the eccentricity of the ellipse x square cosec square theta plus y square is equal to 5. Yeah, yes. Then the value of theta is equal to. Simple question. Okay, x square by 5 ഒരു 5 ഇല്ലേ, മൈനസ് y square ഡിവൈഡഡ് ബൈ 5 sin square theta. ആ cosec square theta ഇങ്ങോട്ടേക്ക് ഇട്ടാൽ equal to 1. So here a square is equal to 5, b square is equal to 5 sin square theta, c is equal to a square plus b square under the root, that is equal to 5 plus 5 sin square theta under the root of 5 1 plus sin square theta. അപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല, വെറുതെ ഞാൻ പ്രതീക്ഷിച്ചു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാനുള്ളതാണ്. വിട്. എലിപ്സ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 1. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സൈൻ സ്ക്വയർ തീറ്റ നിങ്ങൾ എഴുതും, പക്ഷേ 5 ആണെന്ന് ഞാൻ പറയും. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സൈൻ സ്ക്വയർ തീറ്റ. കേട്ടോ? 5നെ സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, എലിപ്സിലെ വലിയ നമ്പറാണ് എ സ്ക്വയർ ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. എ സ്ക്വയർ 5 എന്ന് എടുത്തെങ്കിലേ കാര്യമുള്ളൂ, കാരണം 5 × സൈൻ സ്ക്വയർ തീറ്റ ലെസ് ദാൻ 5 ആയിരിക്കും. സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്കാം. 1 വരില്ല എന്ന് ചോദിച്ചാൽ 1 വന്നാൽ ഈ സാധനം എലിപ്സ് ആവില്ല. ഹേ, ഇത് സർക്കിളായി പോവും. ഹേ, അടിപൊളിയല്ലായിരുന്നു. സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 5 minus 5 sin square theta, 5 cos square theta. Place c is equal to √5 cos theta. രണ്ടിൻ്റെ എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള c by a, root of 5 × 1 plus sin square theta divided by a എത്രയാണ് പിള്ളേരെ? √5. എക്സെൻട്രിസിറ്റി ഓഫ് എലിപ്സ് c by a, √5 cos theta divided by √5. Eccentricity of hyperbola is equal to √7 times eccentricity of ellipse. √5 കെട്ടിപ്പോവും, ഈ √5ഉം ഈ √5ഉം വെട്ടിപ്പോവും. ഇംപ്ലൈസ് രണ്ട് സൈഡ് ഒന്ന് സ്ക്വയർ ചെയ്താൽ 1 plus sin square theta ഈക്വൽ ടു 7 cos square theta. 1 plus sin square theta ഈക്വൽ ടു 7 cos square theta. നമുക്ക് റിസൾട്ട് ചുമ്മാ എഴുതി നോക്കാം. ആൻസർ എഴുതി തന്നാൽ പോരെടാ പിള്ളേരെ. തീറ്റ ഈസ് ഈക്വൽ ടു π/3. π/3 സാറ്റിസ്ഫൈ ഒന്ന് നോക്കിയാൽ പോരെ. 1 പ്ലസ് സൈൻ π/3 എത്രയാണ്? സൈൻ 60 എത്രയാണ്? അശോക് കേട്ടാ, സൈൻ 60 എത്രയാണ്? സൈൻ 60 സൈൻ 30 1/2 ആണ്. അപ്പോൾ സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആയിരിക്കും. സോ 1 പ്ലസ് 3/4 ഈക്വൽ ടു 7 × 1/2. 4 3 7 1/4 ശരിയാണ്. 7/4 ഈക്വൽ ടു 7/4. സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.
ചുമ്മാ ഇട്ട് കൊടുത്ത് നോക്കിയാൽ പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട 7 × cos square theta 1 - sin square theta എന്ന് എഴുതിക്കോ. എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്തോ, നോ പ്രോബ്ലം. 19. വീണ്ടും the E1 is the eccentricity of the hyperbola x square by 16 plus y square by 9 is equal to 1 and E2 be the eccentricity of the ellipse x square by a square plus y square by b square is equal to 1 which passes through the foci of the hyperbola. ഓഹോ, ഈ എലിപ്സ് ഇതിൻ്റെ ഫോക്കയിലൂടെ കടന്നു പോകുന്നത്. പിന്നെ E1 × E2 is equal to 1. then the length of the chord of the ellipse parallel to the x axis and passing through 0, 2. ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നും, പക്ഷേ സാധനം സിമ്പിളാണ്. നമുക്കേ ആ ഹൈപ്പർബോളയുടെ ഫോക്കസ് കണ്ടുപിടിക്കണ്ടേ. എ സ്ക്വയർ 16 ബി സ്ക്വയർ 9 ആണെങ്കിൽ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 25, സി ഇസ് ഈക്വൽ ടു 5 കിട്ടും. അപ്പോൾ എലിപ്സിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ±5,0 എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള എന്ന് പറയുന്നത് c/a 5/4 കിട്ടും. എലിപ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് x² / a² പ്ലസ് y² / b² ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഇടാ പിള്ളേരെ, അപ്പോൾ എക്സെൻട്രിസിറ്റി ഓഫ് എലിപ്സ് എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി ഓഫ് എലിപ്സ് ഇൻറ്റു എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതുണ്ടോ E1 × E2 രണ്ടിന് എക്സെൻട്രിസിറ്റികളാണ്. അപ്പോൾ ഒന്ന് 5/4 ആണെങ്കിൽ മറ്റേത് 4/5 അല്ലേ കിട്ടുന്നത്. അതെ, മാത്രമല്ല ഇത് പാസ് ചെയ്യുന്ന പോയിൻറ്റ് 5,0. സോ 25/a² is equal to 1. സോ a² is equal to 25. അതെന്നാ കാണിച്ചതല്ലേ എടാ പിള്ളേരെ. 5,0 അല്ലേ പാസ് ചെയ്യുന്നത്, ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നത്. ഈ എലിപ്സ് അപ്പുറത്തെ ഫോക്കസിലൂടെ പാസ് ചെയ്യും. എലിപ്സ് അവർ തന്നിട്ടുണ്ടോ? ഇതുണ്ടോ? അത് മറ്റേ എൻ്റെ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. a² 25 കിട്ടിയാൽ എനിക്ക് മടിയായി. ഇത് കണ്ടോ, c/a is equal to 4/5. സോ a is equal to c/5 is equal to 4/5 implies c is equal to 4. ഇനി c² is equal to a² minus b². സോ c² എത്രയാ? 16 is equal to 25 minus b². ആ നമ്പർ തന്നെ കിട്ടും. b² is equal to നമ്മുടെ പരിചയമുള്ള നമ്പർ 9. സോ നമ്മുടെ എലിപ്സ് ഏതാ? എലിപ്സ് x² / 25 plus y² / 9 is equal to 1. ഈ എലിപ്സിലുണ്ടാക്കുന്ന ഒരു കോഡിൻ്റെ ഇക്വേഷൻ അവർ ചോദിച്ചിരിക്കുന്നത്. കോഡിൻ്റെ ഇക്വേഷനോ കോഡിൻ്റെ ലെങ്തോ അങ്ങനെ എന്തോ സംഭവമല്ലേ ചോദിച്ചിരിക്കുന്നത്. ആ കോഡിനും പ്രത്യേകതയുണ്ട്. അങ്ങനെയാണ് എലിപ്സ്. കോഡ് പാസിംഗ് ത്രൂ 0, 2. ഇവിടെ പിള്ളേരെ ഇത് 3 ആണേ. ഇത് 3ഉം ഇത് 5 അപ്പോൾ 0, 2 പാസ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇങ്ങനെ ഇരിക്കും. ഇവിടെ എവിടേക്കാണ് അങ്ങനല്ലേ 0,2. അപ്പോൾ ഇത് y is equal to 2 എന്ന് പറയുന്ന ലൈനല്ലേ. y is equal to 2 ഇട്ട് കൊടുത്താൽ പോരെ. x² / 25 പ്ലസ് 2 ഇട്ട് കൊടുത്താൽ 4/9 is equal to 1. സോ x² is equal to 1 minus 9/4 എന്ന് പറയുന്നത് 1 minus 4/9 എന്ന് പറയുന്നത് 5/9 5/9 into 25 അല്ലേ. സോ x is equal to ± 5/3 √5. 2 ടൈംസ് എടുത്താൽ പോരെ. ഇത് 5 √5/3ഉം ഇതും 5 √5/3ഉം. 2 ടൈംസ് 5 √5/3 2 ടൈംസ് 10 √5/3. ഇതിങ്ങോട്ടും പ്ലസ് ചെയ്താൽ പോരെ. ഇതിൽ കർവായിട്ട് സോൾവ് ചെയ്ത് ഈ പോയിന്റ് കണ്ടുപിടിച്ച് അത്രയല്ലേ ഉള്ളൂ. കൺഫേം ആക്കാം. ഇല്ലേ 5 √5/3. യെസ്, 10 √5/3 ആണ് നമ്മുടെ ലാസ്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൃത്യം 9 മണിയായപ്പോൾ ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ വളരെ. ലെറ്റ് പി ബി ദ പോയിന്റ് ഓൺ ദ ഹൈപ്പർബോള x² / 9 minus y² / 4 is equal to 1 in the first quadrant such that the area of triangle formed by P and the two foci of hyperbola is 2 √13. Then the square of the distance of P from origin. നമുക്ക് കാഴ്ചയിലൊക്കെ പാടായിട്ട് തോന്നുന്നൊരു ചോദ്യമാണ്, പക്ഷേ അത് ഭയങ്കര സിമ്പിളാണ്. എനിക്ക് വലിയ പാടായിട്ടൊന്നും തോന്നിയില്ല.
അപ്പം നിങ്ങൾ പറയും ഇതെല്ലാം സാറ് സിമ്പിളാണല്ലോ പറയുന്നതെന്ന് അല്ലേ? സിമ്പിളായതുകൊണ്ട് തന്നെയാണ് സിമ്പിളാണെന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിഫറെൻറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ആ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെയാണ് പണി പാളുക എന്ന് പറയുന്നത്. ആ ആക്സസും കൂടെ ഇങ്ങ് പോരും. ഇവിടെ നിൽക്കുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ഒരു പോയിൻ്റാണ് പി. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോംഡ് ബൈ പി ആൻഡ് ദ 2 ഫോക്കൈ. നമുക്ക് ഈ ഫോക്കസിനെ എസ് എന്നും ഈ ഫോക്കസിനെ എസ് ഡാഷ് എന്നും വിളിച്ചാൽ ഇതിൻ്റെ ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആൽഫ കോമ ബീറ്റ ആണെങ്കിൽ എൻ്റെ പൊന്നു പിള്ളേരെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ബീറ്റ അല്ലേ, വൈ കോർഡിനേറ്റ്. ബേസ് എസ് എസ് ഡാഷ് അല്ലേ, 2c ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ. അത് നമുക്ക് കണ്ടുപിടിക്കാം. എ സ്ക്വയർ 9ഉം ബി സ്ക്വയർ 4ഉം ആണെങ്കിൽ സി സ്ക്വയർ ഇസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ, 13. ഇപ്പോൾ സി എന്ന് പറയുന്നത് √13 അല്ലേ, ഇപ്പോൾ ഇത് 2√13 അല്ലേ. സോ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 2√13 ഇൻറ്റു ബീറ്റ സീക്വൽ ടു 2√13. 2√13 അവർ ഏരിയ തന്നിരിക്കുന്നത്. ഇത് വെട്ടിപ്പോവും, ഇത് രണ്ടും വെട്ടിപ്പോവും. ബീറ്റ ഈക്വൽ ടു 2 കിട്ടും. ഈ ബീറ്റ എവിടെ കിടക്കുന്നത്? ആ ഹൈപ്പർബോളയിലാച്ച് കിടക്കുന്നത്. ആ ഹൈപ്പർബോളയിൽ ഇട്ട് കൊടുക്കത്തില്ലേ? സോ എക്സ് സ്ക്വയർ ബൈ ആൽഫയും ബീറ്റ എവിടെയല്ലേ കിടക്കുന്നത്? ആൽഫ സ്ക്വയർ ബൈ 9 മൈനസ് ബീറ്റ സ്ക്വയർ 4/4 ഈസ് ഈക്വൽ ടു 1. സോ ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 9. ആൽഫ ഈസ് ഈക്വൽ ടു 3√2. അപ്പം നിങ്ങൾ ചോദിക്കും പ്ലസ് ഓർ മൈനസ് 3√2 ഇല്ലെന്ന്. ഇല്ല, പ്ലസ് 3√2 ഉള്ളൂ. അതിനാ ഫസ്റ്റ് ക്വാഡ്രൻ്റാ അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 3√2 കോമ ബീറ്റ എത്രടാ കിട്ടിയേ? 2. ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാ. ബേസ് ഇതുണ്ട്, ഇത് ഹൈറ്റ്. ഇത് നിങ്ങൾക്ക് എന്നാ വേണ്ടത്? ഡിസ്റ്റൻസ് ഓഫ് പി ഫ്രം ഒറിജിൻ. ഇതാണ് പി. സോ പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ 9 ഇൻറ്റു 2 18 പ്ലസ് 4 √22 എന്നാണ് എനിക്ക് കിട്ടുന്നത്. √22 എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് 4. ഓപ്ഷൻ 4 നോക്കിയേക്കാം. ഇല്ലടാ പിള്ളേരെ. ഓപ്ഷൻ ഡി. ആൻഡ് ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ പിള്ളേരെ ഒന്ന് രണ്ട് കാര്യം പറയട്ടെ. ഒന്ന്, ആ റിസൾട്ടുകളില്ലേ, ആ റിസൾട്ടുകളെല്ലാം വായിച്ച് നോക്കണം. ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ ചെയ്തപ്പോഴത്തേനും ഞാൻ വളരെ കൂളായിട്ടാണ് ചെയ്തത്. അപ്പം നിങ്ങൾ പറയും സാർ ഇത് സാറിന് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് കൂളായിട്ട് ചെയ്തതായിരിക്കും എന്ന് പറയുന്നത്. അങ്ങനല്ല. ഈ ചാപ്റ്ററിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കൂടുതലായിട്ടൊന്നും ആലോചിക്കേണ്ട. ഏത് ചോദ്യം കിട്ടിയാലും നിങ്ങൾക്ക് കിട്ടും. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവർ എത്ര ലെങ്തി ആയിട്ട് ക്വസ്റ്റൻ എഴുതി വെച്ചാലും നമുക്ക് ആൻസർ കിട്ടും. 100% കൺഫേമാണ്. കോർഡിനേറ്റ് ജോമെട്രി സ്ട്രെയിറ്റ് ലൈൻസ് മാത്രം ഇത്തിരിയെങ്കിലും ഒരു കുറച്ചുകൂടെ ഒരു ഇത്തിരിയും കൂടെ ഒരു വിഷയമായിട്ട് കിടക്കത്തുള്ളൂ. ഈ ചാപ്റ്ററൊക്കെ കൃത്യം കിട്ടും. ആ കുറച്ച് റിസൾട്ടുകൾ മാത്രം അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ടേബിൾ. ഞാൻ ഇതിനകത്ത് ടേബിൾ കാണുമ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊക്കെ ടേബിളിൻ്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണോ ഈ ചാപ്റ്റർ പാടായിട്ട് തോന്നുന്നത് അന്നേരം നിങ്ങൾക്ക് ടേബിൾ അറിയില്ല എന്ന് കരുതിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ ടേബിൾ നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് ഈ പ്രോബ്ലംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസ് ഡിഫറൻ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒന്നും ടൈപ്പുകളൊന്നും പറയാനില്ല. ടൈപ്പുകളൊന്നും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് ടൈപ്പുകളൊന്നും പറയാനില്ല. ഡിഫറെൻറ്റ് ടൈപ്സ് ചോദ്യങ്ങളാണ് ചോദിക്കുക. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ജെഇ മെയിൻസ് ആയാലും ശരി, ജെഇ അഡ്വാൻസ്ഡ് ആയാലും ശരി, ഈ ചാപ്റ്ററിലെ ചോദ്യം വന്നാൽ 99% എന്ന് ഞാൻ പറയുമല്ല, 100% ഉറപ്പായിട്ടും ആൻസർ കിട്ടും. ഇത് പഠിച്ചവർക്കാണെങ്കിൽ ഇത് നന്നായിട്ട് കിട്ടും. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത്, ബാക്കി ഒരു 3 ചാപ്റ്റർ പഠിക്കാനെടുക്കുന്ന സമയം എടുക്കും ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ കേട്ടോ. പഠിക്കാൻ റിസ്ക്കാണ്, ഒത്തിരി റിസൾട്ടുണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷേ വൺസ് നിങ്ങൾ പഠിച്ചാൽ ഇതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും കിട്ടും. നിങ്ങൾക്ക് ജിയോമെട്രിക്കൽ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സോ ദ ടോപ്പിക് കോണി സെക്ഷൻസ് ഈസ് വൈൻഡിങ് അപ്പ്. താങ്ക് യു.
ഗുഡ് നൈറ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.